പിതാവിന് സ്വാഗതം. അത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം സ്വാഗതം ശ്രീമാൻ പ്രൊഫസർ. ഏറ്റവും സ്നേഹമുള്ളവരെ, നടി മിസ് കുമാരി ഓർമ്മയായിട്ട് ജൂൺ 9-ന് 50 വർഷങ്ങൾ പൂർത്തിയാവുകയാണ്. കന്യാസ്ത്രീയാകാൻ മോഹിച്ച ഒരു പെൺകുട്ടി സിനിമയുടെ വെള്ളി വെളിച്ചത്തിലേക്ക് പറന്നിറങ്ങി മലയാളത്തിലെ ആദ്യ സൂപ്പർ ഹിറ്റ് നായികയായി മാറിയതിൻ്റെ ഓർമ്മകൾ നമ്മുടെ മീനച്ചി താലൂക്കുകാരിയായ ആ പ്രശസ്ത നടിയുടെ ശാശ്വത സ്മരണ നിലനിർത്തുന്നതിനായിട്ടുള്ള മിസ് കുമാരി ഫൗണ്ടേഷൻ്റെ ഉദ്ഘാടനവും അനുസ്മരണ സമ്മേളനവും നമ്മൾ ആരംഭിക്കുകയാണ്. ഏറ്റവും സ്നേഹപൂർവ്വം എല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈശ്വര പ്രാർത്ഥനയോടുകൂടി നമ്മുടെ കാര്യപരിപാടികൾ ആരംഭിക്കുന്നു. ഈശ്വര പ്രാർത്ഥന ഐഷ ജഗദീഷ്. മിസ് കുമാരി അനുസ്മരണ സമ്മേളനത്തിന് മിസ് കുമാരി ഫൗണ്ടേഷനെ കുറിച്ചും മിസ് കുമാരിയെക്കുറിച്ചുമൊക്കെയുള്ള ആമുഖ വാക്കുകൾക്കായി ഡോക്ടർ സാമുട്ടി മാത്യുവിനെ ആഗ്രഹപൂർവ്വം ക്ഷണിക്കുന്നു. ജോസഫ് കല്ലങ്ങാട്ട് പിതാവ്, സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ബഹുമാനായ ശ്രീ തോമസ് സാറ്, ഫൗണ്ടേഷൻ ഉദ്ഘാടനം ചെയ്യുന്ന ബഹുമാനായ ശ്രീ കുമാരൻ തമ്പി സാറ്, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, കാലത്തിന് മുമ്പിൽ നടന്ന ഒരു പെൺകുട്ടിയെന്ന് ആരാരും വിളിക്കപ്പെടുവാൻ യോഗ്യത നേടിയ ഒരു തരുണിമണി മലയാള സിനിമയുടെ യവനികകൾ ഉയർത്തി ഒരു വെള്ളി നക്ഷത്രം കണക്കെ ഉദിച്ചുയർന്നു. ഉടനലവെ നശിച്ചു പോകുന്ന പ്രഭാത നക്ഷത്രത്തോട് അവളിൽ നോമിക്കുന്നവരുണ്ടാകാം. എന്നാൽ സാന്ധ്യ നക്ഷത്രം പോലെ ആ യുവതി രത്നം ഇന്നും മലയാള സിനിമയിൽ ശോഭ ചെടിഞ്ഞ് പ്രകാശിച്ചുകൊണ്ടേയിരിക്കുന്നു. 1932 ജൂൺ 1-ന് കൊല്ലപ്പറമ്പിൽ തോമസ് ഏലിക്കുട്ടിയുടെ മകളായി പിറന്ന ത്രസ്യാമ്മ എന്ന പേരുകാരിയായ
മിസ് കുമാരിയാണ് അത്. ഭരണങ്ങാനം സ്കൂളിൽ ഇംഗ്ലീഷ് അധ്യാപികയായി ജോലി നോക്കിയ ത്രസ്യാമ്മ ഒരു കന്യാസ്ത്രീയാവാൻ ആഗ്രഹിച്ചിരുന്നു. ഒരേ അർത്ഥത്തിലുള്ള ഒരു മലയാളം പദവും ഇംഗ്ലീഷ് പദവും കൂട്ടി യോജിപ്പിച്ചപ്പോൾ ഒരു നക്ഷത്രം പിറക്കുകയായിരുന്നു. ഒരു സ്റ്റാർ അല്ല, ഒരു ഫിലിം സ്റ്റാർ, മിസ് കുമാരി. നല്ല തങ്ക എന്ന സിനിമയുടെ ഡയറക്ടറായ KV കോശിയാണ് മിസ് കുമാരി എന്ന പേര് കൊല്ലംപറമ്പിൽ ത്രസ്യാമ്മയ്ക്ക് നൽകുന്നത്. അഭിനയ മികവും ആകാരവടിവും അനുപമമായ തേജസ്സും മിസ് കുമാരിക്ക് ദൈവം കൈമുതലായി കൊടുത്ത അനുഗ്രഹങ്ങളായിരുന്നു. ആഠ്യതയും കുലീനതയും നിറഞ്ഞ ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ നിന്നും ചലച്ചിത്ര ലോകത്തിൻ്റെ മായിക വലയത്തിലേക്ക് പോകുവാൻ വിലക്കുകൾ ഏറെ ഉണ്ടായിരുന്നെങ്കിലും മിസ് കുമാരി എന്ന കലാകാരിയെ തടയുവാൻ അവയ്ക്ക് ഒന്നുമായില്ല. വെള്ളി നക്ഷത്രത്തിലെ ഗാനരംഗത്തിന് 3 ഷോട്ടുകൾ ഉണ്ടായിരുന്നു എങ്കിലും പ്രതിഫലമായി 50 രൂപയാണ് ത്രസ്യാമ്മയ്ക്ക് ലഭിച്ചത്. എന്നാൽ അതിനടുത്ത സിനിമയായ നല്ല തങ്കയിലെ നായിക റോളിന് ലഭിച്ചതാകട്ടെ 3000 രൂപയായിരുന്നു. മലയാള ചലച്ചിത്ര ലോകം മിസ് കുമാരി എന്ന നടിയെ അറിഞ്ഞ് ആദരിക്കുകയായിരുന്നു. കൊടുത്ത വേഷങ്ങളോടെല്ലാം മിസ് കുമാരി തികഞ്ഞ നീതി പുലർത്തുകയും ചെയ്തു. 1954 മിസ് കുമാരി നായികയായി അഭിനയിച്ച സിനിമയാണ് നീലക്കുയിൽ. അതിലെ ദളിത് നായികാ വേഷം സ്വീകരിക്കുവാൻ പല നടികളും അടിച്ചു നിന്നപ്പോഴാണ് അത്തരമൊരു വേഷം സ്വീകരിക്കുവാൻ മിസ് കുമാരി തയ്യാറായത്. രാഷ്ട്രപതിയുടെ വെള്ളി മെഡൽ ലഭിച്ച ആ ചിത്രത്തിലെ കുയിലിനെ തേടി എന്ന ഗാനം ഇന്നും മലയാള ചലച്ചിത്ര ഗാനങ്ങളിലെ നിറസാന്നിധ്യമാണ്. 43 ചിത്രങ്ങളിലാണ് അവർ അഭിനയിച്ച് മികവ് തെളിയിച്ചത്. തമിഴ് തെലുങ്ക് ചിത്രങ്ങളിലും അഭിനയിക്കുവാൻ മിസ് കുമാരിക്ക് സാധിച്ചു. 1963 ഫെബ്രുവരി 7 നടന്ന വിവാഹത്തിന് ശേഷം ഒരു ചിത്രത്തിൽ മാത്രമേ അവർ അഭിനയിച്ചുള്ളൂ. 14 വർഷങ്ങൾ കൊണ്ട് 40 ചിത്രങ്ങളിൽ നായികാവേഷം അണിയൂ എന്നത് നമ്മെ ഏവരെയും അത്ഭുത പരതന്ത്രരാക്കുക തന്നെ ചെയ്യും. അവരുടെ പ്രധാന സിനിമകൾ നീലക്കുയിൽ, നല്ല തങ്ക, ഹരിചന്ദ്രൻ, ആന വളർത്തിയ വാനമ്പാടി, ശ്രീരാമ പട്ടാഭിഷേകം, ഭക്തകുചേല, ക്രിസ്മസ് രാത്രി, അവകാശി, ജയിൽ പുള്ളി, മന്ത്രവാദി, രണ്ടിടങ്ങഴി എന്നിവയാണ്. വ്യക്തമായ കാഴ്ചപ്പാടുകളും ഉത്തമമായ ബോധ്യങ്ങളും ജീവിതത്തിൽ പുലർത്തിയ ആഠ്യ സ്ത്രീരത്നമായിരുന്നു മിസ് കുമാരി. അതവർ തൻ്റെ ലേഖനങ്ങളിലും ആത്മകഥ എഴുതുവാൻ നടത്തിയ ശ്രമങ്ങളിലും നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. പാടാത്ത പൈങ്കിളി എന്ന മലയാള സാഹിത്യത്തിലെ ഹൃദ്യമായ നോവൽ സിനിമയാക്കിയപ്പോൾ അതിലെ നായികയായിരുന്നു മിസ് കുമാരിയായിരുന്നു. തൻ്റെ കഥകളിലെ നിത്യനായികയായി മുട്ടത്തുവർക്കി മിസ് കുമാരിയെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. അകാലത്തിൽ പൊലിഞ്ഞ ആ പുഷ്പം മലയാള സിനിമയുടെ നഷ്ടമായിരുന്നു എന്ന് പറയുന്നതിൽ അതിശയോക്തിയില്ല. എന്നാൽ മധ്യ തിരുവിതാംകൂറിന്റെ രാജ്ഞിയായി വാണ അവർ അവശേഷിപ്പിച്ച ആ കനകസിംഹാസനം ഇന്നും ഒഴിഞ്ഞു കിടക്കുന്നു. കാർഷിണ്യമാർന്ന ആ കാർക്കൂന്തലിൽ വശ്യമായ ലോചനങ്ങളും ഹൃദ്യമായ ചലനങ്ങളും ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളിൽ പോലും എത്ര ഭംഗിയായി പകർത്തിയെടുത്ത് നമുക്ക് ലഭിച്ചിരുന്നു. മിസ് കുമാരിയുടെ ഓർമ്മകളെ ജ്വലിപ്പിച്ചു നിർത്തുവാൻ ആരംഭിക്കുന്ന മിസ് കുമാരി ഫൗണ്ടേഷൻ അധ്യക്ഷൻ ബഹുമാനായ സെറീൽ തോമസ് സാറിനും അനുഗ്രഹ പ്രഭാഷണം വഴി നമ്മെ അനുഗ്രഹിക്കുന്ന പാലാരൂപത അധ്യക്ഷൻ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവും തീർച്ചയായും ശ്ലാഘിക്കപ്പെടേണ്ടവർ തന്നെ. മിസ് കുമാരിയുടെ മക്കളാണ് ഇത്തരമൊരു ഫൗണ്ടേഷൻ തുടങ്ങുന്നതിന് വേണ്ട എല്ലാം കാതലായി ഓടി നടക്കുന്നത് എന്നത് പ്രത്യേകം പ്രസ്താവ്യമാണ്. ജോണിയെയും തോമസിനെയും ഡോക്ടർ ബാബുവിനെയും പ്രത്യേകമായി ഇത്തരത്തിൽ ഓർമ്മിക്കുകയാണ്. ഈശ്വരചിന്ത ഇതൊന്നേ ഉള്ളൂ എന്ന ഗാനവും അതുപോലെ തന്നെ ആത്മവിദ്യാലയമേ എന്ന ഗാനവും മിസ് കുമാരി അഭിനയിച്ച സിനിമകളിൽ നിന്ന് നമുക്ക് ലഭിച്ച നല്ല ഗാനങ്ങളാണ്. ഇന്നും മലയാളി ചുണ്ടിൽ കൊണ്ടു നടക്കുന്ന പാട്ടുകളിൽ ഒരെണ്ണമാണ് എല്ലാവരും ചൊല്ലണ് എന്ന ഹൃദ്യമായ ആ ഗാനം. ഇതാ നമ്മുടെ മധ്യത്തിൽ മറ്റൊരു പ്രസിദ്ധനായ വ്യക്തിയാണ് സന്നിഹിതനായിരിക്കുന്നത്. അകലെ നിന്നും ഇവിടെ ഈ പാലായിലേക്ക് വന്ന
ഓരോ നിമിഷവും ഓർമ്മയിൽ എന്ന പാട്ട് എഴുതിക്കൊണ്ട് ആ ഓർമ്മയിൽ തങ്ങി നിന്നത് മിസ് കുമാരി തന്നെ ആയിരുന്നു എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുവാൻ വേണ്ടിയാണ് ബഹുമാന്യനായ ശ്രീകുമാരൻ തമ്പി സാറ് ഇവിടെ എത്തിയിരിക്കുന്നത്. അദ്ദേഹം ഇവിടെ വന്നപ്പോൾ ഈ സമ്മേളനത്തിൽ വെച്ച് ആ ഹൃദയ സരസിലെ പ്രണയപുഷ്പത്തെ കുറിച്ച് ഒരു വാക്ക് പറയാതിരിക്കുമോ? അദ്ദേഹം ഇവിടെ ആ മല്ലികപ്പൂവിന്റെ സുഗന്ധം പരത്താതിരിക്കുമോ? വാൽക്കണ്ണെഴുതി വനപുഷ്പം ചൂടിയ, മലയാളിയെ ഹൃദ്യമാക്കി മാറ്റുന്നതിന് സഹായിച്ച മലയാള ചലച്ചിത്ര രചനാ രംഗത്തെ ഈ അതുല്യ തേജസ്സിനെ നമിച്ചുകൊണ്ടും ഫൗണ്ടേഷന്റെ എല്ലാ വിജയങ്ങളും നേർന്നുകൊണ്ടും എൻ്റെ ആമുഖ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. സമ്മേളനത്തിന് സ്വാഗതം ആശംസിക്കുന്നതിനായി മിസ് കുമാരി ഫൗണ്ടേഷൻ വൈസ് ചെയർമാനും ലേബർ ഇന്ത്യ ഗ്രൂപ്പ് ചെയർമാനുമായ ശ്രീ ജോർജ് കുളങ്ങരെ അദ്ദേഹത്തോട് ക്ഷണിക്കുന്നു. എത്രയും ആദ്യമായ ഡോക്ടർ ശ്രീ തോമസ്, മാർ ജോസഫ് തങ്കങ്ങൾ, ശ്രീ ശ്രീകുമാരൻ തമ്പി, ശ്രീമതി ബിജി ജോർജ് എത്തിയിട്ടില്ല, അഡ്വക്കേറ്റ് ജോർജ് സി കാപ്പൻ, ഡോക്ടർ സാബുബി മാർട്ടിൻ, ശ്രീ ബെന്നി മൈരാടോ, ശ്രീ സാബു വലിയ, ശ്രീ ജോണി തടിയത്ത്, ഡോക്ടർ സാബു തടിയത്ത്, ശ്രീ ബാബു കെ തോമസ്, വേദിയിലെയും സദസ്സിലെയും പ്രമുഖ വ്യക്തികളെ, കലാസ്നേഹികളെ, പ്രിയ സഹോദരങ്ങളെ, എല്ലാവർക്കും എൻ്റെ സ്നേഹാദരങ്ങൾ. 1947 വെള്ളി നക്ഷത്രത്തിലൂടെ മലയാള സിനിമയിലേക്ക് കടന്നു വന്നു കേരളത്തിൻ്റെ, പ്രത്യേകിച്ച് മീനച്ചിൽ താലൂക്കിൻ്റെ അഭിമാനമായി മാറിയ കലാകാരിയാണ് ത്രേസ്യാമ്മ അഥവാ മിസ് കുമാരി. 1950-കളിൽ സത്യൻ്റെയും നസീറിൻ്റെയും നായികയായി, ശോക നായികയായി മലയാള സിനിമയിൽ നിറഞ്ഞു നിന്ന കാലം. നീലക്കുയിൽ മുതൽ അരക്കില്ലം വരെ ഏതാണ്ട് 43 സിനിമകളിൽ അഭിനയിച്ച കലാകാരി നമ്മെ വേർപിരിഞ്ഞിട്ട് 50 വർഷം തികയുന്നു. ഈ മഹാകലാകാരിയെ അനുസ്മരിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ്. 50ാം വർഷ അനുസ്മരണ ചടങ്ങിന് മിസ് കുമാരി ഫൗണ്ടേഷന്റെ ഉദ്ഘാടനത്തിന് പ്രമുഖർക്കും സദസ്സിനും സ്വാഗതം ആശംസിക്കുകയാണ് എൻ്റെ കടമ. മിസ് കുമാരി ഫൗണ്ടേഷൻ ചെയർമാനും കേരള MG കൊച്ചി സർവകലാശാലകളുടെ മുൻ വൈസ് ചാൻസലറും ദേശീയ മൈനോറിറ്റി കമ്മീഷൻ മുൻ അംഗവും അധ്യാപകനും വാഗ്മിയും ഗ്രന്ഥരചയിതാവും പൊതുപ്രവർത്തകനും സർവോപരി എൻ്റെ ഗുരുനാഥനുമായ ഡോക്ടർ ശ്രീ തോമസ് സാറിനെ ഏറെ ആദരവോടെ ഈ അനുസ്മരണ സമ്മേളനത്തിലേക്ക്, ഫൗണ്ടേഷന്റെ ഉദ്ഘാടന ചടങ്ങിലേക്കും ഏറ്റവും ഊഷ്മളമായ സ്വാഗതം. മാർ ജോസഫ് തമിഴ്നാട് പിതാവ്, മിസ് കുമാരി ഫൗണ്ടേഷന്റെ മുഖ്യ രക്ഷാധികാരി, ബൈബിൾ പണ്ഡിതനും ദൈവശാസ്ത്രത്തിന്റെ അഗാധതകളിൽ നിന്നും തപ്പിയെടുത്ത മുത്തുകൾ സഭയ്ക്ക് സമ്മാനിച്ചുകൊണ്ട് സാമൂഹ്യ പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കുന്ന മാർ ജോസഫ് തമിഴ്നാട് പിതാവിനെ മിസ് കുമാരി ഫൗണ്ടേഷന്റെ പേരിൽ കൃത്യമായ സ്വാഗതം. മലയാള സിനിമയുടെ ദ്രോണാചാര്യ പദവി അലങ്കരിച്ച് 60കളിൽ മലയാള യുവാക്കളുടെ മനസ്സുകളെ ത്രസിപ്പിച്ചിരുന്ന കലാകാരൻ പാലാ സെന്റ് തോമസ് കോളേജിലെ ക്ലാസ് കഴിഞ്ഞ് കൊട്ടാരമംഗലത്തിലേക്ക് നടന്നു പോരുന്നത് സിനിമാ പോസ്റ്ററുകൾ വായിച്ചുകൊണ്ടായി. അന്നത്തെ സിനിമാ പോസ്റ്ററിന്റെ അടിയിൽ ഗാനങ്ങൾ ശ്രീകുമാരൻ തമ്പി, സംവിധാനം ശ്രീകുമാരൻ തമ്പി എന്ന് എഴുതിയത് വായിച്ചതിപ്പോഴും ഓർമ്മിക്കുകയാണ്. അന്ന് അകരകളിൽ നിന്ന് ആദരിച്ച ബഹുമാനപ്പെട്ട ശ്രീകുമാരൻ തമ്പിയെ മീനച്ചിൽ താലൂക്കിൻ്റെ കേരളത്തിൻ്റെ
അഭിമാന കലാകാരിയുടെ സ്മരണയെ നിലനിർത്തുന്ന മിസ് കുമാരി ഫൗണ്ടേഷന്റെ ഉദ്ഘാടന കർമ്മത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഫൗണ്ടേഷന്റെ ഉദ്ഘാടനത്തിന് അഭ്യർത്ഥന നടത്തുന്ന മിസ് കുമാരിയുടെ ഇളയ മകൻ ഡോക്ടർ സാബു തളിയത്തിന് സ്വാഗതം. മാതൃവാത്സല്യത്തിന്റെ ഊഷ്മളതയിൽ രൂപം കൊണ്ട മിസ് കുമാരി ഫൗണ്ടേഷൻ ശില്പികളാണ് മക്കളായ ജോണിയും തോമസും ബാബു, ഒപ്പം സഹോദരനായ ബാബു. ഇവരെ ഈ സന്ദർഭത്തിൽ പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുകയാണ്. ആമുഖ പ്രസംഗം നടത്തിയ ഡോക്ടർ സാബുഡി മാത്യുവിന് ഹൃദയംഗമായ സ്വാഗതം. പാലാ മുനിസിപ്പാലിറ്റിയെ വളർച്ചയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന കർമ്മനിരതയായ മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി വിജി ജോജോ കുടുംബത്തിലേക്ക് കൃത്യമായ സ്വാഗതം. അടുത്തിയിട്ടില്ല സ്വാഗതം. ഇസ്കോയുടെ പാലായിൽ നിലനിൽക്കുന്ന സംരംഭങ്ങളുടെ രാജാവായ എൻ്റെ കോളേജ് നേതാവ് കൂടിയായ എക്കാലത്തെയും സുഹൃത്തായ ശ്രീ ജോർസി കാപ്പിന് ഹൃദയംഗമായ സ്വാഗതം. പാലായുടെ മറ്റൊരു സാന്നിധ്യമാണ് ശ്രീ ബെന്നി മൈലാട്, മുൻ കൗൺസിലറും മീനച്ചിൽ ഫൈനാൻസ് സൊസൈറ്റിയുടെ കരുത്തനായ നായകനും പൊതുപ്രവർത്തനങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ശ്രീ ബെന്നി മൈലാടിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പാലാ ടൗൺ JCയുടെ ശക്തനായ നായകനാണ് ശ്രീ സാബു അലി. നിരവധി ക്ഷേമപ്രവർത്തനങ്ങൾക്കും യുവജന പരിശീലനങ്ങൾക്കും നേതൃത്വം നൽകുന്ന ശ്രീ ബാബു വയലിന് കൃത്യമായ സ്വാഗതം. അതുപോലെ തന്നെ ഈ ചടങ്ങുകൾ സംഘടിപ്പിച്ച മിസ് കുമാരി ഫൗണ്ടേഷനും അതുപോലെ തന്നെ മീനച്ചിൽ ഫൈനാൻസ് സൊസൈറ്റിയും പാലാ ടൗൺ JCയും ഇക്കാര്യത്തിലെ വലിയ നായകത്വമാണ് വഹിച്ചിരിക്കുന്നത്. ഈ മൂന്ന് പ്രസ്ഥാനങ്ങൾക്കും പ്രത്യേകമായ നന്ദിയും ആശംസകളും. സദസ്സിലിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കുമാണ് എനിക്കേറെ സന്തോഷത്തോടെ സ്വാഗതം പറയുവാൻ. നിങ്ങളാണ് ഈ സദസ്സിനെ അലങ്കരിച്ചിരിക്കുന്നത്. മിസ് കുമാരിയുടെ അഗാധമായ ആദരവാണ് നിങ്ങളിലൂടെ ഈ മകന് സാന്നിധ്യമുണ്ട്. പാലാ ഫൈനാൻസ് സൊസൈറ്റിയുടെ ഓരോ അംഗത്തെയും പാലാ ടൗൺ JCയുടെ അംഗങ്ങളെയും സർവോപരി എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. പാലായിലെ ആദരണീയനായ ആത്മീയാചാര്യൻ അഭിമന്യ അബ്ദൂസ് പ്രകടനത്തിലാണ് കേരളത്തിൻ്റെ സാംസ്കാരിക മണ്ഡലത്തിലെ കുലപതി, നമ്മുടെ ഇന്നത്തെ ചടങ്ങിൻ്റെ ആരാധ്യ സാന്നിധ്യവുമായ ശ്രീകുമാരൻ സാർ, കൈതരിയൂർ ബാങ്കിൻ്റെ ആദരണീയനായ പ്രസിഡന്റ് പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് ശ്രീ ജോർജ് കാപ്പൻ, എൻ്റെ പ്രിയ ശിഷ്യനും മിസ് കുമാരി ഫൗണ്ടേഷൻ്റെ വൈസ് ചെയർമാനുമായ ശ്രീ ജോർജ് കുളങ്ങര, മിസ് കുമാരിയുടെ പ്രിയപുത്രന്മാരായ ശ്രീ ജോണി, ഡോക്ടർ ബാബു, പ്രിയപ്പെട്ട ഡോക്ടർ സാബുഡി മാത്യു, ശ്രീ ബെന്നി മൈലാഡു, ശ്രീ ബാബു വെള്ളയിൽ, ശ്രീ ബാബു കൊല്ലംപറമ്പിൽ, ഇന്നത്തെ ഈ സായാഹ്ന സഹൃദയ സദസ്സിലെ ആരാധ്യരായ ഗുരുജനങ്ങളെ, വിശിഷ്ടാതിഥികളെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും മിസ് കുമാരി ഫൗണ്ടേഷൻ്റെ സ്നേഹവന്ദനം. കാലത്തിന് മുൻപേ നടക്കുകയും കാലം തികയും മുൻപേ നമ്മെ കടന്നു പോവുകയും ചെയ്ത നാം എല്ലാം സ്നേഹാദരങ്ങളോടെ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വച്ചിട്ടുള്ള മലയാള ചലച്ചിത്ര ലോകത്തെ ഒരു ആദ്യകാല വാനമ്പാടിയായിരുന്നു, അക്കാലത്തെ താരത്തിളക്കമുള്ള നടിയായിരുന്ന മിസ് കുമാരി. നമ്മുടെ സിനിമ അഭിനയ ലോകത്തിലെ ഒരു പയനിയറായിരുന്നു കുമാരി എന്ന് നിസ്സംശയം പറയാം. പുതിയ വഴിയെ ആദ്യം നടക്കുന്നവർ എന്ന അർത്ഥത്തിലാണ് നാം സാധാരണ പയനിയർ എന്ന് പറയുക. എന്നാൽ പയനിയർ എന്ന് പറയുന്നത് പുതിയ വഴിയെ ആദ്യം നടക്കുന്ന ആളല്ല. അതാർക്കും സാധിക്കുന്ന കാര്യമാണ്. വഴിയില്ലാത്തിടത്ത് പുതിയ വഴി പറ്റി ആ വഴിയെ സധൈര്യം ആദ്യം നടക്കുന്നവരെയാണ് പയനിയേഴ്സ് എന്ന് പറയുന്നത്. മലയാള ചലച്ചിത്ര ലോകത്ത്
പുതിയ വഴി വെട്ടിത്തുറന്ന് ആ വഴിയെ ആദ്യം നടന്ന ധീരരായ അഭിനേത്രികളിൽ മുൻനിരയിലുള്ള ആളായിരുന്നു കൊല്ലംപറമ്പിൽ ത്രേസ്യാമ്മ എന്ന മിസ്കുമാരി. 60 വർഷം മുൻപാണ് മേനിച്ചൽക്കാരിയായ ഒരു കത്തോലിക്ക പെൺകുട്ടി സിനിമാ അഭിനയ രംഗത്ത് സാഹസികതയോടെ കാലെടുത്ത് വെച്ചു. അന്നത്തെ യാഥാസ്ഥിതിക സമൂഹത്തിൻ്റെ എതിർപ്പിനെയോ വിമർശനത്തെയോ പരിഹാസത്തെയോ മിസ്കുമാരി വകവച്ചില്ല, ഭയപ്പെട്ടതുമില്ല. 37-ാം വയസ്സിൽ 1969 ജൂൺ 9-ന് മരണദേവത മുന്നറിയിപ്പൊന്നും നൽകാതെ അവരെ കൂട്ടിക്കൊണ്ട് പോകാതിരുന്നെങ്കിൽ ഇന്നും മിസ്കുമാരി നമുക്കിടയിൽ ലതാ മങ്കേഷ്കറെ പോലെയോ എസ് ജാനകിയെ പോലെയോ കവിയൂർ പൊന്നമ്മയെ പോലെയോ പ്രൗഢമായ വാർദ്ധക്യ സൗന്ദര്യത്തിൻ്റെ അമ്മരൂപമായി തിളങ്ങുമായിരുന്നു. ഭരണകാലത്ത് വിശുദ്ധ അൽഫോൻസാമ്മയുടെ മഠത്തിൽ നിന്നും വെറും 100 വാര മാത്രം അകലെയായിരുന്നു മിസ്കുമാരിയുടെ വീട്. പുണ്യവതിയായ അൽഫോൻസാമ്മ തൻ്റെ ആദ്യത്തെ അത്ഭുതങ്ങളിലൊന്ന് പ്രവർത്തിച്ചത് കൊല്ലംപറമ്പിൽ ത്രേസ്യാമ്മ എന്ന പെൺകുട്ടിയിലായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അക്കാലത്തെ നസ്രാണി സാമൂഹിക സമ്പ്രദായം അനുസരിച്ച് മുണ്ടും ചട്ടയും ധരിച്ച് മഠമ്മക സ്കൂളിൽ വന്ന് പഠിച്ചിരുന്ന ത്രേസ്യാമ്മ എന്ന സുന്ദരിയായ പെൺകുട്ടിയെ അൽഫോൻസാമ്മയ്ക്കും അറിയാമായിരുന്നിരിക്കണം. അവൾക്ക് മഠത്തിൽ ചേർന്ന് കന്യാസ്ത്രീയാകാനാണ് മോഹമെന്നും അൽഫോൻസാമ്മ കേട്ടിരുന്നു. ആ കുട്ടിക്ക് തന്നെപ്പോലെ കണ്ണീരും കഷ്ടപ്പാടും ഉണ്ടാകരുതെന്ന വാത്സല്യത്തിൻ്റെ കരുതലിൽ ആവണം അൽഫോൻസാമ്മ ത്രേസ്യാമ്മയുടെ ആഗ്രഹത്തെ തൻ്റെ പ്രാർത്ഥന കൊണ്ട് തടഞ്ഞതെന്നും അങ്ങേ വരെ യാഥാസ്ഥിതിക കത്തോലിക്ക കുടുംബങ്ങളിലെ പെൺകുട്ടികൾ കടന്നു ചെല്ലാത്ത സിനിമാ ലോകത്തേക്ക് അവളെ തൻ്റെ പ്രാർത്ഥനയുടെ ബലത്തിൽ വഴിതിരിച്ചു വിട്ടതെന്നും വിശ്വസിക്കാനാണ് എനിക്ക് ഇഷ്ടം. മലയാള സിനിമയിൽ നക്ഷത്ര ശോഭയോടെ നിൽക്കുമ്പോൾ മിസ്കുമാരിയിലെ പഴയ ത്രേസ്യാമ്മ ഭക്തിയുടെ വഴിയിൽ നിന്നും ഒരിക്കൽ പോലും വ്യതിചലിച്ചില്ല. തിരുവനന്തപുരത്തായാലും മദ്രാസിലായാലും മിസ്കുമാരി അവരുടെ സിനിമാ തിരക്കുകൾക്കിടയിലും ഞായറാഴ്ച കുർബാന ഒരിക്കൽ പോലും മുടക്കിയിട്ടില്ലായിരുന്നു എന്ന് കുമാരിയുടെ അന്നത്തെ സഹപ്രവർത്തകർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. സ്വന്തം സ്വഭാവത്തിലെ ആർജവത്വവും വിനയവും ലാളിത്യവും കൊണ്ടാണ് മിസ്കുമാരി കലാലോകത്തിൻ്റെ ആരാധന നേടിയത്. മലയാള സിനിമയിലെ വരാനിരുന്ന വസന്തകാലത്തിൻ്റെ വരവറിയിച്ച് ആദ്യം പൂത്ത പാരിജാതമായിരുന്നു മിസ്കുമാരി എന്ന് പറയുന്നതിലും യുക്തിഭംഗമില്ല. അതാണ് സത്യമെന്ന് സത്യൻ്റെയും പ്രേംനസീറിൻ്റെയും ആദ്യകാല നായിക പിൽക്കാലത്ത് തെളിയിക്കുകയും ചെയ്തു. മിസ്കുമാരിയുടെ സിനിമാ ജീവിതത്തിലും മലയാള ചലച്ചിത്ര ചരിത്രത്തിലും വഴിത്തിരിവായത് നീലക്കുയിൽ എന്ന ചിത്രം തന്നെയായിരുന്നു. അഭിനയവും പാട്ടും ആ ചിത്രത്തിന് അകമ്പടി നിന്നു എന്നതാണ് ശരി. നീലക്കുയിലിൽ നായികയായ ദളിത് പെൺകുട്ടിയുടെ റോൾ എടുക്കാൻ ലളിതാ പത്മിനി രാജ്ഞിമാരൊന്നും തയ്യാറാകാതെ വന്നപ്പോഴാണ് ആ കഥാപാത്രം കൊല്ലംപറമ്പിൽ ത്രേസ്യാമ്മയെ തേടിച്ചെന്നതെന്നും കഥയുണ്ട്. എന്തായാലും കുമാരി അതിന് സധൈര്യം സന്നദ്ധയായി എന്ന് മാത്രമല്ല അഭൂതപൂർവമായ മികവോടെയും ആ റോൾ അനശ്വരമാക്കുകയും ചെയ്തു. മിസ്കുമാരിയുടെ ജീവിതത്തിലെ ഒരറിയപ്പെടാത്ത അധ്യായം കൂടി പറയാതിരിക്കുന്നത് ചരിത്രത്തോട് ചെയ്യുന്ന അനീതിയായേക്കാമെന്നത് കൊണ്ടാണ് ഞാൻ അക്കാര്യം കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. മിസ്കുമാരിയുടേത് ഒരു കോൺഗ്രസ് കുടുംബമായിരുന്നു. പിളർപ്പുകൾക്കൊക്കെ മുൻപുള്ള കാലം അവർ സിനിമയുമായി ബന്ധപ്പെട്ട് മദ്രാസിലായിരിക്കുമ്പോഴായിരുന്നു 1952 തെരഞ്ഞെടുപ്പ്.
അന്ന് തമിഴ്നാട്ടിലെ പ്രമുഖ കോൺഗ്രസ് നേതാവായിരുന്ന കാമരാജ് നാടാരുടെ ആഗ്രഹപ്രകാരം മിസ് കുമാരി മദ്രാസ് നഗരത്തിലെയും തൊട്ടടുത്ത മൈലാപ്പൂർ നിയോജക മണ്ഡലത്തിലെയും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചാരണ രംഗത്തും സജീവമായി എന്നതാണ് ശ്രദ്ധേയം. കാമരാജിനൊത്ത് അമ്മ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വീട് കയറി പ്രചരണം നടത്തുന്നതിൻ്റെ ഫോട്ടോ മിസ് കുമാരിയുടെ ഫോട്ടോ ശേഖരത്തിൽ ഉണ്ടായിരുന്നുവെന്ന് മകൻ ജോണിയും എന്നോട് പറയുകയുണ്ടായി. നഷ്ടപ്പെട്ടു പോയ ഒട്ടേറെ വിലപ്പെട്ട ഫോട്ടോകളിൽ ആ ഫോട്ടോകളും നഷ്ടപ്പെട്ടു പോയി എന്ന ദുഃഖവും മകൻ എന്നോട് പങ്കുവച്ചു. ഞാൻ പറഞ്ഞു വരുന്നത് അതല്ല. അക്കാലത്ത് സിനിമാ താരങ്ങളൊന്നും രാഷ്ട്രീയത്തിൽ ഇറങ്ങി തുടങ്ങിയിരുന്നില്ല എന്നതാണ്. മദ്രാസ് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ രാജാജി എന്ന രാജഗോപാലാചാരിയുടെയും സി സുബ്രഹ്മണ്യത്തിൻ്റെയും നേതൃത്വത്തിൽ യാഥാസ്ഥിതിക വിഭാഗവും കാമരാജിൻ്റെ നേതൃത്വത്തിൽ സംഘടനാ ഗ്രൂപ്പും സജീവമായിരുന്ന കാലത്താണ് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഏഴൈത്തോഴൻ എന്ന പ്രസിദ്ധനായ കാമരാജനൊപ്പം മിസ് കുമാരി ചേർന്നതെന്നതാണ് നീലക്കുയിലിലെ നായിക രാഷ്ട്രീയ നിലപാടുകളിലും ഏഴകൾക്കൊപ്പം നിന്നു എന്ന് പറയാൻ കാരണം. എന്ന് മാത്രമല്ല, തമിഴ്നാട്ടിൽ പിൽക്കാലത്ത് വനിതാ മുഖ്യമന്ത്രിമാരായി തീർന്ന ജാനകി രാമചന്ദ്രനും ജയലളിതയും രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതിനും 20 വർഷം മുൻപാണ് മിസ് കുമാരി സിനിമയിൽ നായികയായിരിക്കെ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ കാമരാജനൊപ്പം സജീവമായത് എന്നതും ശ്രദ്ധേയമാണ്. മലയാള സിനിമയിലേക്ക് മടങ്ങാതെ മദ്രാസിൽ തന്നെ നിന്നിരുന്നെങ്കിൽ അവർ കാമരാജിൻ്റെ പിൽക്കാല മന്ത്രിസഭകളിൽ ഏതെങ്കിലും ഒന്നിൽ നമ്മുടെ സംസ്ഥാനത്ത് പിൽക്കാലത്ത് ഗവർണറായിരുന്ന ജ്യോതി വെങ്കടചലത്തിനും ലൂർദമ്മാൾ സൈമണും അനന്തനായിക്കും മുൻപേ മന്ത്രിയായി കൂടൊന്നും ഇല്ലായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ മറ്റൊരു സാധ്യത കൂടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കട്ടെ. നാം എല്ലാം ഈ സായാഹ്നത്തിൽ കേൾക്കാൻ കാത്തിരിക്കുന്നത് മുഖ്യമായും 2 പ്രസംഗങ്ങളാണ്. അഭിവന്യ കലറങ്ങാട്ട് പിതാവിൻ്റെയും ആദരണീയനായ ശ്രീകുമാരൻ തമ്പി സാറിൻ്റെയും. അവരിരുവരുടെയും പ്രസംഗ ഭാഷയും ശൈലിയും വ്യത്യസ്തമാണെങ്കിൽ കൂടി രണ്ടുപേരും പ്രഭാഷണ കലയിൽ സമാനതകളില്ലാത്തവരാണ് എന്ന് നമുക്കറിയാം. ഇംഗ്ലീഷിൽ നാം യുണീക്ക് എന്ന് പറയുന്ന വിഭാഗത്തിലാണ് പിതാവിൻ്റെയും തമ്പിസാറിൻ്റെയും പ്രസംഗങ്ങൾ. ഒരാളുടേത് ബൗദ്ധികം എന്ന് പറയാമെങ്കിൽ മറ്റേ ആളുടേത് സംഗീതാത്മകം എന്നാണ് വിശേഷിപ്പിക്കാൻ കഴിയുന്നത്. പോയറ്റിക് പ്രോസ് എന്നൊക്കെ നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ. ഞാനിവിടെ നിൽക്കുന്നത് മിസ് കുമാരി ഫൗണ്ടേഷൻ്റെ ചെയർമാനായതുകൊണ്ട് മാത്രമാണ്. ചലച്ചിത്ര മേഖലയെക്കുറിച്ച് ആധികാരികമായി ഒന്നും പറയുവാനുള്ള അറിവോ അനുഭവമോ എനിക്കില്ല എന്ന് നിങ്ങൾക്കും നന്നായി അറിയാം. മിസ് കുമാരിയുടെ മക്കൾ കോളേജിൽ എനിക്ക് ശിഷ്യരും മക്കൾ തുല്യരും ആയിരുന്നതുകൊണ്ടും അവരുടെ അമ്മയുടെ പേരിലുള്ള ഫൗണ്ടേഷൻ്റെ അധ്യക്ഷ സ്ഥാനത്തുണ്ടാകണം എന്നവർ സ്നേഹപൂർവ്വം നിർബന്ധിച്ചതുകൊണ്ടും മാത്രമാണ് എനിക്ക് ഇപ്പോൾ ഇവിടെ നിൽക്കാനും ഇങ്ങനെയൊരു ബഹുമതി ലഭിക്കുവാനും ഇടയാക്കിയത്. എന്നാൽ മിസ് കുമാരിയെ അവരുടെ പ്രതാപകാലത്ത് കാണാനും സംസാരിക്കുവാനും എനിക്ക് അവസരമുണ്ടായത് ഞാൻ അഭിമാനത്തോടെ ഓർക്കുന്നു. ഹൈസ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുമ്പോഴാണ് എൻ്റെ ഓട്ടോഗ്രാഫ് ബുക്കിൽ അവർ എനിക്ക് ത്രേസ്യാമ്മ എന്ന അവരുടെ ഒപ്പ് നൽകിയത്. ദീപിക ബാലജന സഖ്യത്തിൻ്റെ ആദ്യത്തെ ക്യാമ്പായിരുന്നു രംഗവേദി. SP കോളേജിലായിരുന്നു ക്യാമ്പ്. അന്ന് ബാലസഖ്യത്തിൻ്റെ ഡയറക്ടറായിരുന്നത് കൊച്ചേട്ടൻ. കലാഭവൻ്റെ സ്ഥാപകനായിരുന്ന ആദരണീയനായ ആബേലച്ഛനായിരുന്നു. അച്ഛൻ ക്യാമ്പിൽ VIP-കളായി 3 വനിതകളെയാണ് കൊണ്ടുവന്നത്. 1958 ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി നെഹ്റുവിൻ്റെ മകൾ എന്ന പദവി മാത്രമേ അന്ന് ഇന്ദിരാജിക്ക് ഉണ്ടായിരുന്നുള്ളൂ.
പിന്നെ സുജേത കൃപലാനിയായിരുന്നു രണ്ടാമത് വന്നത്. ആചാര്യ കൃപലാനിയുടെ ഭാര്യ. പിൽക്കാലത്ത് അവർ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രിയായി UP. മൂന്നാമത് ആബേലച്ചൻ വിളിച്ചുകൊണ്ടുവന്നത് മിസ് കുമാരിയായിരുന്നു. ഒപ്പിനു വേണ്ടി ഞാൻ എൻ്റെ ഓട്ടോഗ്രാഫ് ബുക്ക് കൊടുത്തപ്പോൾ അവർ തുറന്നു നോക്കി. മഹാന്മാരുടെ ഓട്ടോഗ്രാഫ് ശേഖരിക്കുക അക്കാലത്ത് വിദ്യാർത്ഥികളുടെ ഹരമായിരുന്നു. ഇപ്പോൾ സെൽഫി പോലെ. നെഹ്റുവിൻ്റെയും കൃഷ്ണമേനോവിൻ്റെയും ഒപ്പുകൾ ഞാൻ സംഘടിപ്പിച്ചത് എൻ്റെ പിതാവിനോടൊപ്പം സ്വാതന്ത്ര്യ സമരത്തിലുണ്ടായിരുന്ന KP മാധവൻ നായർ സാറിൻ്റെ മധ്യസ്ഥത്തിലാണ്. കർദിനാൾ വലേറിയൻ ഗ്രേഷ്യസിൻ്റെയും ഡോക്ടർ ജോൺ മത്തായുടെയും ഇന്ദിരയുടെയും സുജേതയുടെയും ഡോക്ടർ KM മുൻഷിയുടെയും ഒപ്പുകൾ കണ്ട് അവർ ഒരു മിനിറ്റ് സംശയിച്ചു നിന്നു. ഇവരുടെയൊക്കെ ഒപ്പം എൻ്റെ ഒപ്പ് വേണ്ട എന്നവർ എന്നോട് പറഞ്ഞു. വളരെ വിനയവതിയായി. അത് കേട്ട് അടുത്തു നിന്ന ആബേലച്ചൻ പറഞ്ഞു, ഇവൻ നമ്മുടെ RV തോമസ് സാറിൻ്റെ മകനാണ്. എന്നിലെ പാലക്കാരനെ തിരിച്ചറിഞ്ഞ ഭരണകാരൻകാരി മനസ്സ് മാറ്റി. എന്നിട്ട് വാത്സല്യത്തോടെ എൻ്റെ നേരെ നോക്കി ചിരിച്ചു. ഫോട്ടോഗ്രാഫ് അപ്പോൾ തന്നെ ഒപ്പിട്ട് തരികയും ചെയ്തു. അമ്മയ്ക്ക് സുഖമല്ലേ എന്ന് കുശലവും പറഞ്ഞു. ഞാൻ മിസ് കുമാരിയുടെ നേർക്ക് കൈകൂപ്പി തൊഴുതു. 60 വർഷത്തെ പഴക്കമുള്ള മിസ് കുമാരിയുടെ ഓർമ്മ ഞാനും പങ്കുവച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ അവരുടെ 50ാം ചരമവാർഷിക വേളയിൽ അവരുടെ സ്നേഹസ്മരണയ്ക്ക് മുമ്പിൽ ഒന്നും കൂടി ആദരപൂർവ്വം കൈകൂപ്പി ഞാൻ തൊഴുതുകൊള്ളട്ടെ. മിസ് കുമാരിയുടെ ഒരു ആരാധകൻ എന്ന നിലയിൽ, അവരുടെ മക്കളുടെ ഗുരുവെന്ന നിലയിൽ, അവരുടെ പേരിൽ സ്ഥാപിതമായിട്ടുള്ള മിസ് കുമാരി ഫൗണ്ടേഷൻ്റെ ചെയർമാൻ എന്ന നിലയിൽ നിങ്ങൾക്കും എൻ്റെ സ്നേഹവന്ദനം. നമസ്കാരം. മിസ് കുമാരി ഫൗണ്ടേഷൻ്റെ മുഖ്യ രക്ഷാധികാരിയുമായ മാർ ജോസഫ് കലാമിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അധ്യക്ഷൻ കലാരവതിയുടെ നാഷണൽ കൗൺസിൽ ചെയർമാൻ കൂടിയായ ഏറ്റവും പ്രിയകരനായ ഡോക്ടർ ശ്രീ തോമസ് സാറെ, ആദരണീയനായ ശ്രീകുമാരൻ തമ്പി സാറെ, കുളങ്ങര സാറെ, സാമുടി മാത്യു സാറെ, അഡ്വക്കേറ്റ് ജോർജ് C. കാപ്പൻ, മിസ്റ്റർ സാബു, മിസ്റ്റർ ഡെല്ലി, വേദിയിലും സദസ്സിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, മിസ് കുമാരിയുടെ സ്മരണാഞ്ജലി പോലെയുള്ള മണിക്കൂറുകളാണ് ഇത്. വളരെ ഗംഭീരമായ പ്രഭാഷണം ഡോക്ടർ ശ്രീ തോമസ് സാറിനെ നമ്മൾ കേട്ടു. വളരെ സാറും സൗദിയും എല്ലാം മിസ് കുമാരിയോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്തു. ശ്രീ തോമസ് സാറ് സിനിമാ ലോകത്തോട് വലിയ ബന്ധമില്ലെന്ന് പറഞ്ഞു. ഞാനത് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നില്ല. സാറിൻ്റെ സിനിമ കാണുന്നതും സിനിമയെ വിലയിരുത്തുന്നതുമൊക്കെ വളരെ ഇഷ്ടമുള്ള ആളാണെന്ന് മറ്റുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഏതായാലും സാറിന് ആ മേഖലയിൽ നല്ല വിവരമുണ്ടെന്ന് പ്രസംഗം കേട്ടപ്പോൾ നമുക്കെല്ലാം മനസ്സിലായി. ഞാൻ 1970-കളിൽ ഒരുപാട് സിനിമ കണ്ടിട്ടുള്ള ഒരാളാണ്. എൻ്റെ സ്ഥലം കയ്യൂരാണ്. അവിടെ സിനിമ കാണുക, സൈക്കിൾ കയറുക എന്നൊക്കെ അന്നത്തെ കാലത്ത് പരസ്യമായിട്ട് അറിഞ്ഞാൽ സഭയിൽ നിന്ന് വേണമെങ്കിൽ പുറത്താക്കാൻ തക്കവണ്ണമുള്ള ഒരു കാലഘട്ടമായിരുന്നു. പക്ഷെ എൻ്റെ ചാച്ചൻ്റെ ജ്യേഷ്ഠൻ പേരപ്പൻ മൂലമറ്റത്ത് താമസിക്കുന്ന ആളാണ്. അദ്ദേഹം ഞങ്ങളുടെ വെക്കേഷൻ കാലത്ത് 2 മാസം മൂലമറ്റത്ത് കൊണ്ടുപോയി താമസിപ്പിക്കും. അവിടെ അറക്കുളത്ത് അശോകവലിയിൽ ഒരു തിയേറ്റർ ഉണ്ടായിരുന്നു. ആ തിയേറ്ററിൽ വരുന്ന പടങ്ങളെല്ലാം ഞങ്ങളെ കൊണ്ട് കാണും. ഈ കാലഘട്ടം മിസ് കുമാരിയുടെയും അതുപോലുള്ള മറ്റ് സിനിമാ രംഗത്ത് ചോദിച്ചിരുന്ന പിടിപിടി ആളുകളുടെയും എല്ലാം ഓർമ്മകൾ എൻ്റെ മനസ്സിലുണ്ട്.
പിന്നീട് ആ തിയേറ്ററെല്ലാം അവിടുന്ന് പൊളിച്ചു മാറ്റി. മിസ്കുമാരിയുമായിട്ട് കൊല്ലംപറമ്പിൽ കുടുംബവുമായിട്ടുള്ള മറ്റൊരു അടുപ്പം എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് കയ്യൂര് കൊല്ലംപറമ്പിക്കാർക്ക് മിസ്കുമാരിക്ക് കുറേയേറെ ഏക്കർ സ്ഥലമുണ്ടായിരുന്നു. കൊച്ചുനാളിൽ തന്നെ വീട്ടിൽ നിന്ന് പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യമാണ്, ഇത് സിനിമാ നടിയുടെ പറമ്പാണ്, കൊല്ലംപറമ്പിൽ നിന്നാണ് വീട്ടിൽ പേര്, മിസ്കുമാരിയുടെ പ്രദേശമാണ്, ആ ഏക്കറെല്ലാം മിസ്കുമാരിയുടേതാണ് എന്ന്. അപ്പം അങ്ങനെ വളരെ ചെറുപ്പമായിരുന്ന കാലം മുതൽ തന്നെ കൊല്ലംപറമ്പിൽ മിസ്കുമാരി എന്ന പേര് കേട്ട് മനസ്സിൻ്റെ ആഴങ്ങളിൽ നട്ടുപിടിപ്പിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. പിന്നീട് അവരെക്കുറിച്ചുള്ള പല കാര്യങ്ങളും വായിക്കാനും മനസ്സിലാക്കാനും സംസാര വിഷയമാക്കാനും ഒക്കെ പലപ്പോഴും എനിക്ക് ചെറിയ തോതിലെങ്കിലും അവസരം കിട്ടിയിട്ടുമുണ്ട്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ അരനൂറ്റാണ്ട് മുൻപ് സംഭവിച്ച അവരുടെ വേർപാടിൻ്റെ ഓർമ്മ ഇന്ന് സിനിമ, കലാ, സാംസ്കാരിക രംഗവുമായിട്ട് വളരെയേറെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെ ഒരു സദസ്സിൽ ശേഷവരിയായിട്ട് ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ ഉടമസ്ഥതി എന്നതുപോലെ നമ്മൾ ഇവിടെ ഒന്നിക്കുകയാണ്. സിനിമയെക്കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുള്ളതിൽ എനിക്ക് ഏറ്റവും കൗതുകകരമായിട്ട് തോന്നിയ ഒരു കാര്യം, സിനിമ ഇൻ ഇന്ത്യ ഈസ് ലൈക്ക് ബ്രഷിംഗ് യുവർ ടീത്ത് ഇൻ ദ മോർണിംഗ്, യു കനോട്ട് എസ്കേപ്പ് ഇറ്റ്. അതാണ് രാവിലെ ഏറ്റ് പല്ല് തേക്കാനാത്തൊരാരുമില്ല. അതുപോലെയാണ് ഇന്ത്യയിൽ സംസ്ഥാനങ്ങളിലൊക്കെ അതിന് വ്യത്യാസങ്ങളുണ്ട്. നമ്മുടെ കാര്യത്തിൽ ഒട്ടും മോശമല്ല. അപ്പം നമ്മളുടെ ചിന്തകളോട്, അനുദിന ജീവിതത്തോട് ഏറ്റവും ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വലിയ യാഥാർത്ഥ്യമാണ് സിനിമ എന്നുള്ളത് എല്ലാവർക്കും അറിയാം. എല്ലാവരും അത് തിരിച്ചറിയുന്നുണ്ട്. ഒപ്പം സിനിമയെക്കുറിച്ച് വളരെയേറെ വിമർശനങ്ങളോടുകൂടി സംസാരിക്കുന്നവരുമുണ്ട്. അങ്ങനെയുള്ള ഒരു ചെറിയ വാക്യമാണ്, സിനിമ ഈസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഫ്രോഡ് ഇൻ ദ വേൾഡ്. അത് വേറൊരു കടുത്ത വിമർശനമാണ്. ഇത് രണ്ടിൻ്റെയും നടുവിൽ ഈ സിനിമാ ലോകത്തോട് ബന്ധപ്പെട്ട് നമുക്കൊരു ആദരവ് നിൽക്കുന്നത് കൊണ്ടാണ് ത്രേസ്യാമ്മ എന്ന ആ യുവതിയുടെ, മിസ്കുമാരിയുടെ ഓർമ്മകളുമായിട്ട് നമ്മളിവിടെ നിൽക്കുന്നത്. അതിൻ്റെ കാരണം സിനിമ, ആർട്ട്, ലിറ്ററേച്ചർ, ലാംഗ്വേജ്, കൾച്ചർ എന്നിവയോടെല്ലാം വളരെയേറെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. അതിനെക്കുറിച്ചും കലാലോകത്തെക്കുറിച്ചും സിനിമയുടെ പ്രാധാന്യത്തെക്കുറിച്ചും ആധുനിക ലോകത്ത് ഈ കാലഘട്ടത്തിൽ ഈ കലയ്ക്കുള്ള പ്രസക്തിയെക്കുറിച്ചും തീർച്ചയായിട്ടും നമ്മളോട് സംസാരിക്കും. അദ്ദേഹം പാട്ടുപാടും, ഇതെല്ലാം നമ്മൾ കരുതുകയാണ്. ഞാനതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സമയമൊട്ടും അപകരിച്ചെടുക്കാണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഈ മിസ്കുമാരി സ്മരണാഞ്ജലി നമുക്ക് പാലായിക്ക് മീനച്ചിൽ താലൂക്കിന് ഒരു പുത്തൻ ഉണർവ് സമ്മാനിക്കും എന്ന് ഞാൻ കരുതുകയാണ്. അതിനു വേണ്ട എല്ലാ ഒത്താശകളും ചെയ്ത അവരുടെ 3 മക്കളെയും, ജോണിയെയും തോമസിനെയും ഡോക്ടർ ബാബുവിനെയും ഞാൻ പ്രത്യേകമായിട്ട് ഒരിക്കൽ കൂടി ഓർക്കുന്നു, നന്ദി പറയുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. കലയുടെ എല്ലാം ആത്യന്തികമായ ഒബ്ജക്റ്റ് ദൈവമാണ്. പരിശുദ്ധ ഗ്രന്ഥപിതാവ് കലകളെക്കുറിച്ച് പറഞ്ഞത് വിയ പുൾക്രിത്തൂദിനിസ് എന്നാണ് ലത്തീനിൽ. സൗന്ദര്യത്തിൻ്റെ വഴി. കല സൗന്ദര്യത്തിൻ്റെ വഴിയാണ്. നമ്മൾ വിയ സാക്ര, കുരിശിൻ്റെ വഴി എന്നൊക്കെ പറയുന്നത് പോലെ വിയ പുൾക്രിത്തൂദിനിസ്, സൗന്ദര്യത്തിൻ്റെ വഴിയാണ് കല, സംഗീതം, ലിറിക്ക്, സിനിമ എന്നൊക്കെ നമ്മൾ ഓർത്തിരിക്കണം. അഗസ്തീനോസ് പറഞ്ഞു, ക്വി കണ്ടാറ്റ് വിസ് ഒരാറ്റ്, ആര് പാടുന്നുവോ
അവൻ ഇരട്ടി പ്രാർത്ഥിക്കുന്നു. അതെല്ലാം ദൈവത്തോട് നമ്മെ അടുപ്പിക്കുന്ന മഹിമകളാണ് എന്ന് തിരിച്ചറിയാൻ ഈ സ്മരണാഞ്ജലി സമ്മേളനവും നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കും. ഒക്കെ നിരീക്ഷണം നടത്തിയ അതിനെക്കുറിച്ചുള്ള വളരെ ആധികാരികമായി സംസാരിച്ച ബഹുമാനപ്പെട്ട പിതാവിനോടുള്ള നന്ദി അറിയിക്കുകയാണ്. ശ്രീകുമാരൻ തമ്പി സാറ് ഗാനരചന നടത്തിയ ചന്ദ്രികയിൽ അലിയുന്നു എന്നൊരു ഗാനം നിങ്ങൾക്കായി ഇപ്പോൾ ഐഷ ജഗദീഷ് ആലപിക്കുകയാണ്. അടുത്തതായി നമ്മുടെ മിസ് കുമാരി ഫൗണ്ടേഷൻ ഉദ്ഘാടനത്തിനുള്ള അഭ്യർത്ഥനയാണ്. മിസ് കുമാരിയുടെ മകനും മിസ് കുമാരി ഫൗണ്ടേഷൻ സെക്രട്ടറിയുമായ ഡോക്ടർ ബാബു തളിയത്താണ്. ബാബുവിനെ ഇവിടെയുള്ള ഓഡിയൻസിന് അത്ര പരിചിതമല്ലാത്തതുകൊണ്ട് ഡോക്ടർ ബാബുവിനെ പരിചയപ്പെടുത്തുന്നത് ഔചിത്യമായിരിക്കുമെന്ന് തോന്നുന്നു. ബാബു തളിയത്ത് ഈസ് a professor of philosophy and German literature at the famous Jawaharlal Nehru University, New Delhi, since 2013. He studied civil engineering at College of Engineering in Trivandrum and German literature at Germany, and pursued his PhD in philosophy at the Albert Ludwigs University of Freiburg and at the University of Basel between 1997 and 2003. Subsequently, he completed several postdoctoral research projects in the area of early modern mechanical philosophy at the Hamburg University of Berlin
and at the University of Cambridge. And he has 4 monographs to his credit. അപ്പോൾ ഏറ്റവും ആദരപൂർവ്വം ഡോക്ടർ ബാബുവിനെ മിസ്കുമാരി ഫൗണ്ടേഷൻ ഉദ്ഘാടനത്തിനുള്ള അഭ്യർത്ഥന നടത്തുവാനായി ക്ഷണിക്കുന്നു. Thanks for the introduction. പാല അധ്യക്ഷൻ ഈ ഫൗണ്ടേഷൻ്റെ മുഖ്യ രക്ഷാധികാരിയുമായ ഇപ്പോൾ ഈ സന്ദർഭത്തിൽ വളരെ മനോഹരമായ സന്ദർഭോചിതമായ അനുഗ്രഹ പ്രഭാഷണം നൽകി ഈ ചടങ്ങിനെ വളരെയേറെ അനുഗ്രഹിച്ച അഭിമന്യ ബിഷപ്പ് ബാബു ചന്ദ്രനാണ്. അതുപോലെ ഈ ഫൗണ്ടേഷൻ്റെ ഉദ്ഘാടനത്തിൻ്റെ അഭ്യർത്ഥന സ്നേഹപൂർവ്വം സ്വീകരിച്ച് വളരെ സ്നേഹപൂർവ്വം സ്വീകരിച്ച് ഇവിടെ എത്തിയ ഏറ്റവും ആദരണീയനായ ശ്രീകുമാരൻ സർ, ഞങ്ങളുടെ മെൻറ്ററായ, അതായത് ഇതിൻ്റെ ഇൻസെപ്ഷൻ തൊട്ട് ഏത് രീതിയിലും ഈ ഫൗണ്ടേഷൻ ഒരു യാഥാർത്ഥ്യമാകുന്നവരെ ഞങ്ങളോടൊപ്പം നിന്ന ഈ ഫൗണ്ടേഷൻ ചെയർമാനായ ഡോക്ടർ സുരേഷ് തോമസ്, ഈ ഫൗണ്ടേഷൻ്റെ വളരെ പ്രചോദനമായി നിൽക്കുന്ന വൈസ് ചെയർമാൻ ശ്രീ ജോർജ് കുലങ്ങര, അതുപോലെ ഈ വേദിയിലുള്ള ഈ ജോലി പ്രകടിച്ചുള്ള അഡ്വക്കേറ്റ് ജോസി ക്യാപ്റ്റൻ, ഇവിടെയുള്ള എല്ലാവർക്കും വളരെ പരിചിതരായ ശ്രീ ഡെന്നി മൈലാദൂർ, ശ്രീ സാബുപോലെ, സുഹൃത്തുക്കളെ, അമ്മയുടെ അനുസ്മരണത്തിനായി സംഘടിപ്പിച്ച ഈ യോഗത്തിന് എൻ്റെ ഒരു സംഘാടകരും ഈ ഫൗണ്ടേഷൻ്റെ ഒരു ഭാഗമാക്കുന്നതിൻ്റെ എൻ്റെ ദൗത്യം എന്നത് നമ്മുടെ മുഖ്യാതിഥിയായ ശ്രീ ശ്രീകുമാരൻ സാറിനെ ഈ ഫൗണ്ടേഷൻ ഉദ്ഘാടനം ചെയ്യാനായി ക്ഷണിക്കുകയുമാണ്. തമ്പി സാറിൻ്റെ സാന്നിധ്യം ഒരു വലിയ അനുഗ്രഹമാണെന്ന് എനിക്ക് പറയേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ചും ഈ ഞങ്ങളുടെ അഭ്യർത്ഥന സ്വീകരിക്കുകയും ഇവിടെ വരികയും ചെയ്തത് ഒരു ചരിത്ര വിനിയോഗമായിട്ട് എനിക്ക് കരുതാൻ കഴിയുന്നു. എന്നാൽ അതൊരു ഫോർമൽ ആക്സെപ്റ്റൻസ് അല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇത് പ്ലാൻ ചെയ്ത് ഇങ്ങനെയൊരു ഫൗണ്ടേഷൻ വിഭാവനം ചെയ്ത് തുടങ്ങുമ്പോൾ തൊട്ട് തന്നെ ഞങ്ങൾ സംസാരിച്ച് തുടങ്ങിയത് തമ്പി സാറിനോടാണ്. എനിക്ക് എൻ്റെ പരിചയം ഏകദേശം 6 വർഷം മുമ്പ് തിരുവനന്തപുരത്ത് വെച്ച് ഈ പ്രദേശത്തിനുള്ള വളരെ ആദരണീയായ സഹായികയായ ലളിതാംബിക അഭ്യർത്ഥനത്തിൻ്റെ പ്രവർത്തകയായ സരിത വർമ്മയുടെ മകൻ്റെ വിവാഹ ആഘോഷത്തിന് തിരുവനന്തപുരം ക്ലബിൽ വെച്ചാണ് ശ്രീ തുമ്പിസാറിനെ ആദ്യം പരിചയപ്പെടുന്നത്. ആദ്യം തന്നെ വളരെ വാർത്തകളോട് എന്നോട് പറഞ്ഞത്, ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ ഭാര്യയുടെ പിതാവ് വൈക്കം മണി നല്ല തങ്ങി ആദ്യത്തെ നായകനായിരുന്നു. അങ്ങനെ ആ ഒരു വളരെ സ്നേഹപൂർവ്വം പിന്നെ ഞാൻ എഴുതുമായിരുന്നു, ഒരിക്കലും ഭാഷ എഴുതരുത്, തുറന്നെഴുതണം. അന്ന് തുടങ്ങിയ ഒരു ആത്മതത്വമാണ്. അതിനുശേഷം ഇപ്പോൾ വളരെ ലളിതമായി വിഭാവനം ചെയ്യുക അല്ലെങ്കിൽ പ്ലാൻ ചെയ്ത ഈ ഒരു ചടങ്ങ് അത് ഇത്രയും നല്ല രീതിയിൽ ഒരു കലാശിക്കുന്നത് ശ്രീ സംവിധാനത്തിൻ്റെ പ്രത്യേക താല്പര്യവും ഇവിടെ വരാനുള്ള സന്മനസ്സുമാണ്. ഈ സാന്നിധ്യം ഒരു വലിയ അനുഗ്രഹമാണ്. എന്നാൽ അതിനു മുമ്പ് ചില അസാന്നിധ്യങ്ങളെ എനിക്ക് പരാമർശിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ വരേണ്ടിയിരുന്ന ഈ സമൂഹത്തിൽ ഉണ്ടാകേണ്ടിയിരുന്ന കുറേ വ്യക്തികൾ കടന്നുപോയത്. ഒരാഴ്ച മുമ്പ് ഒരാഴ്ച മുമ്പ് സംസ്ഥാനം വിളിക്കുമ്പോൾ എന്നോട് പറഞ്ഞു, ഇത് ലേറ്റ് ആയിപ്പോയി, ഇത് കുറച്ച് താമസിച്ചു പോയി. അത് ശരിയാണ്. 50 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഇത് 50ാമത്തെ ചരമവാർഷികമാണ്. എന്നാൽ ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം അത്ര ലേറ്റ് അല്ല. അതിനുള്ള കാരണം ഈ സ്മരണ എന്നും നിലനിർത്തി പോയിരുന്നു എന്നുള്ളതാണ്. അത് ചെയ്തത് എൻ്റെ അമ്മ വീട്ടുകാരാണ്. ഞങ്ങൾ വളർന്നത് ഭരണിയാട്ടാണ്. ജനിച്ചത് കൊച്ചിയിലാണെങ്കിൽ സ്ഥാപിക്കുകയും നാടകം സ്ഥിരമായി അവിടെ അരങ്ങേറുകയും ചെയ്തു. ഇപ്പോൾ വളരെ പ്രകടമാകുന്ന അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യം ഈ നാടക പാരമ്പര്യമാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു നാടക പാരമ്പര്യത്തിൽ നിന്നാണ് ഈ സിനിമയിലേക്ക് അമ്മ വരുന്നത്. അത് പലരും ഇതുവരെ എടുത്ത് പറഞ്ഞിട്ടില്ല. അമ്മയുടെ വീട്ടുകാർ ശരിക്കും നാടക മനുഷ്യരായിരുന്നു. അപ്പോൾ നാടകത്തിനോടും പിന്നീട് വിദ്യാഭ്യാസം
വിദ്യാഭ്യാസം, ഭാഷ ഇതിനോടുള്ള വലിയൊരു കമ്മിറ്റ്മെൻറ്റ് അതാണ് ഞങ്ങൾക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ അസാന്നിധ്യം ഒരു സാന്നിധ്യമായി കണ്ടുകൊണ്ട് അത് ഞാനിവിടെ എടുത്തു പറയുന്നു. പിന്നെ ഇതിൽ വരേണ്ടവരെ ക്ഷണിക്കേണ്ട ആ ഒരു ഡിസ്കഷനിൽ പലരും വന്നു. ഞങ്ങൾ പലരെയും കോണ്ടാക്ട് ചെയ്തു. അതിൽ ശ്രീ മധു സാർ, ആക്ട്രസ് ഷീല, ശാരദ, പിന്നെ ഇപ്പോൾ വളരെ തിളങ്ങി നിൽക്കുന്ന മഞ്ജു വാര്യർ, അങ്ങനെ പലരും വളരെ താല്പര്യത്തോടെ ഇപ്പോൾ പങ്കെടുക്കുമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുന്ന ചില സാങ്കേതിക കാരണങ്ങളാൽ വരാൻ പറ്റിയില്ല. അത് ഞാനിവിടെ പ്രത്യേകം എടുത്തു പറയുകയാണ്. അതുപോലെ തന്നെ ശ്രീ ജോൺ പോൾ കൊച്ചിയിലുള്ള വളരെ താല്പര്യമെടുക്കുകയും ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ടൊക്കെ ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ നടക്കുന്നത് ഒരു തുടക്കം മാത്രമേ പറയാൻ കഴിയൂ. ഇത് ഈ ഒരു പോയിന്റ്സ് ഇമ്മ്യൂണിറ്റിയിൽ നിന്നും വളർന്ന കേരള തലത്തിലും ദേശീയ തലത്തിലേക്കും ഇത് ശ്രദ്ധ ആകർഷിച്ച് കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ഇങ്ങനൊരു മുഖവിലയോടെ നമ്മുടെ അഭ്യർത്ഥന സ്വീകരിച്ച് ഈ ഫൗണ്ടേഷൻ ഉദ്ഘാടനം ചെയ്യുവാനായി ഇവിടെ എത്തിയിരിക്കുന്ന ശ്രീ ശ്രീമാൻ നമ്പി സാറിനെ ഏറ്റവും സ്നേഹപൂർവ്വം ഞാൻ ക്ഷണിക്കുകയാണ്. ഇത് അമ്മയുടെ അനുസ്മരണം മാത്രമല്ല, നമ്മുടെ സിനിമയുടെ ചരിത്രത്തിൻ്റെ ഒരു വലിയ ഭാഗമായ ശ്രീ ശ്രീമാൻ നമ്പി സാറിനെ ആദരിക്കാൻ കൂടിയാണ് ഈ ഒരു ചടങ്ങ് ഞങ്ങൾ സംഘടിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഫൗണ്ടേഷൻ ഉദ്ഘാടനം ചെയ്യുന്നതിന് മുമ്പ് ശ്രീ ശ്രീകുമാരൻ നമ്പിയെ ആദരിക്കുവാൻ ഈ ഫൗണ്ടേഷൻ്റെ ചെയർമാനായ ഡോക്ടർ സുരേഷ് തോമസിനെ സാറിനെ ഞാൻ ക്ഷണിക്കുന്നു. ഏറ്റവും ആദരണീയനായ നമ്മുടെ ഭാഗ്യമായി ഇവിടെ ലഭിച്ച മിസ്കുമാരി ഫൗണ്ടേഷൻ്റെ മുഖ്യ രക്ഷാധികാരിയുമായ ജോസഫ് കണ്ടാണ് ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ. മിസ്കുമാരി ഫൗണ്ടേഷൻ്റെ ചെയർമാനുമായ ഡോക്ടർ ശ്രീ തോമസ്, ഇന്ത്യൻ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറിൽ അദ്ദേഹം വളരെ വിലയേറിയ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. എനിക്ക് നേരത്തെ അറിയാവുന്നതാണ്. ഈ സമ്മേളനത്തിന് ആമുഖ വാക്കുകൾ പറഞ്ഞ ഡോക്ടർ സാബു ബി മാത്യു, ശ്രീ ജോർജ് കുളങ്ങര, മിസ്കുമാരി എന്ന തുല്യനദിയുടെ മക്കൾ ജോലി, ഡോക്ടർ ബാബു തലേക്കും ഇവിടെ ആശംസകളെല്ലാം എത്തിയിട്ടുണ്ടെങ്കിലും ഏറ്റവും ഞാൻ ഉദ്ദേശിക്കുന്ന ശ്രീമതി വിധി ഒരു ഉടുക്കച്ചറ മുനിസിപ്പൽ ചെയർമാൻ കൃഷ്ണൻ, അഡ്വക്കേറ്റ് ജോർജ് സി കാക്കൽ, ശ്രീ ബെന്നി വയനാടു, ശ്രീ സാബു വലെ, ഈ സമ്മേളനത്തിൽ പ്രകാശം നടത്താനിരിക്കുന്ന ശ്രീ സാബു കെ തോമസ്, എൻ്റെ മുന്നിലിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും എൻ്റെ ദൈവികമായ അഭിവാദം. ഇത് ഒരു നിയോഗമാണ്. സിനിമ ഒരു മായാലോകമാണ്. നമ്മുടെ ജീവിതത്തിൽ കാലത്തെ മൂന്നായി നമ്മൾ വിഭജിച്ചിട്ടുണ്ട്: ഭൂതം, വർത്തമാനം, ഭാവി.
ഭൂതം കഴിഞ്ഞു പോയതാണ്. നമ്മുടെ സ്മരണകൾ നമ്മളെ ഭൂതകാലത്തേക്ക് കൊണ്ടുപോകും. നമ്മുടെ സ്വപ്നങ്ങൾ, നമ്മുടെ പകൽക്കിനാവുകൾ നമ്മളെ ഭാവികാലത്തേക്ക് കൊണ്ടുപോകും. ഇന്ന് നാം അനുഭവിക്കുന്നതാണ് വർത്തമാനകാലം. സിനിമ എന്ന മായാലോകത്ത് ഭൂതകാലമില്ല, ഭാവികാലമില്ല, വർത്തമാനകാലം മാത്രമേ ഉള്ളൂ. ഇന്നത്തെ സൂപ്പർ താരമാണ് താരം, ഇന്നത്തെ സൂപ്പർ സംവിധാനങ്ങളുടെ സംവിധാനം. അത് ഭൂതകാലത്തെ കുറിച്ച് ഓർമ്മയുള്ള സിനിമാലോകമായിരുന്നെങ്കിൽ വിഷ്ണുമാരുടെ പേരിൽ ഒരു ഫൗണ്ടേഷൻ തുടങ്ങാൻ അവരുടെ മക്കൾ ശ്രമിക്കേണ്ടി വരുമായിരുന്നില്ല. അതിന് 50 വർഷവും വേണ്ടി വരുമായിരുന്നില്ല. ബാബുത്തളി തന്നെ വിളിച്ച് ഇങ്ങനെയൊരു ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ എത്രയും വേഗം അത് തുടങ്ങണം എന്ന് പറഞ്ഞു. അതിന് വ്യക്തിപരമായ ഒരു കാരണമുണ്ട്. ഞാൻ പറഞ്ഞത് നിയോഗമാണ്, ശരിക്കും ഒരു നിയോഗമാണ്. കാരണം ഞാൻ ഈ സമ്മേളനം ഈ ഫൗണ്ടേഷൻ ഉദ്ഘാടനം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് വിഷ്ണുമാരി എന്ന മഹാനദിയുടെ ആത്മാവാണ്. അത് വിഷ്ണുമാരി ആദ്യമായി നായികയായി അഭിനയിച്ച ചിത്രം നല്ലതല്ലാണ്. അതിനു മുമ്പ് കുഞ്ചാക്കോ നിർമ്മിച്ച ഉദയാസ്തുതി നിർമ്മിച്ച വെള്ളി നക്ഷത്രം എന്ന ചിത്രത്തിൽ ദേശീയ പതാകയുമായി നിൽക്കുന്ന സുന്ദരിയായ ഒരു 14-കാരിയാണ് ത്രേസ്യാമ്മ. അന്ന് വിഷ്ണുമാരി ആയിട്ടില്ല. വെള്ളി നക്ഷത്രം എന്ന സിനിമയിൽ 3 രംഗങ്ങളിൽ മാത്രമാണ് ത്രേസ്യാമ്മ പ്രത്യക്ഷപ്പെട്ടത്. അന്ന് നമുക്ക് 16 വയസ്സാണ്. 18ാമത്തെ വയസ്സിലാണ് നല്ലരംഗ ഈ നായികയായിട്ട് അഭിനയിച്ച് തുടങ്ങുന്നത്. നേരത്തെ പ്രഭാഷണം ചെയ്ത അവള് കെ.വി. കോശി സംവിധായകൻ എന്ന് പറഞ്ഞു. അത് ഒരു ചെറിയ തെറ്റാണ്. കെ.വി. കോശി നിർമ്മാതാവാണ്. നല്ലതയുടെ സംവിധായകൻ കെ. വെമ്പുവലിയാണ്. നല്ലതയുടെ നിർമ്മാതാക്കൾ, അതായത് വെള്ളി നക്ഷത്രം എന്ന സിനിമ പരാജയപ്പെട്ടപ്പോൾ കുഞ്ചാക്കോ പൂർണ്ണമായും സിനിമ വിടാനും ഉദയാസ്തുതിയെ കൂട്ടാനും തയ്യാറായി. നിങ്ങൾക്ക് ആദ്യം അറിയാൻ വയ്യാത്ത മറ്റൊരു ചരിത്രം കൂടിയുണ്ട്. ഉദയാസ്തുതി ആരംഭിക്കുന്ന കാലത്ത് പ്രശസ്ത കമ്മ്യൂണിസ്റ്റ് നേതാവ് നമ്മുടെ മന്ത്രിയൊക്കെ ആയിരുന്ന ടി. വി. തോമസുമായി നമുക്കറിയാം. ടി. വി. തോമസും കുഞ്ചാക്കോയും ചേർന്നാണ് ഉദയാസ്തുതി ആരംഭിക്കാൻ ആലോചിക്കുന്നത്. പക്ഷെ വെള്ളിനക്ഷത്രം എന്ന സിനിമയൊക്കെ വന്നതോടുകൂടി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അംഗീകാരം ലഭിക്കുകയും കുറച്ച് പ്രശസ്ത പാർട്ടി വളരുകയൊക്കെ ചെയ്തപ്പോൾ ടി. വി. തോമസ് അതിൽ പിന്തിരിക്കുകയായി. അങ്ങനെ കുഞ്ചാക്കോ മാത്രമാണ് ഉദയാസ്തുതിയുടെ സാരഥിയായിട്ട് മുമ്പോട്ട് പോയത്. എന്നാൽ വെള്ളിനക്ഷത്രം പരാജയപ്പെട്ടതോടുകൂടി ഇനി സിനിമ വേണ്ട എന്ന് കുഞ്ചാക്കോ തീരുമാനിച്ച കാലത്താണ് കെ.വി. കോശി, അഡ്വക്കേറ്റ് കെ.വി. കോശി ബിഹേവിയർ എന്നാളെ കണ്ടുമുട്ടുന്നത്. അങ്ങനെ കെ.വി. കോശിയും കുഞ്ചാക്കോയും ചേർന്ന് 2 കെ, കുഞ്ചാക്കോ കോശി, കെ പ്രൊഡക്ഷൻസ് എന്ന പേരിൽ ഒരു ചലച്ചിത്ര നിർമ്മാണ കമ്പനി ആരംഭിച്ചു. ആ ചലച്ചിത്ര നിർമ്മാണ കമ്പനിയുടെ കെ പ്രൊഡക്ഷൻസ് 3 സിനിമകൾ നിർമ്മിച്ചു. നല്ലതങ്ക, ജീവിതനോക, വിശപ്പിന്റെ വിളി. അതിൽ 2 തുടങ്ങി. പക്ഷെ അവർ 2 പേരും കെ പ്രൊഡക്ഷൻസിന്റെ പേരിൽ ആദ്യമായി നിർമ്മിച്ച നല്ലതങ്ക അതുവരെയുള്ള മലയാള ചിത്രങ്ങളുടെ കൂട്ടത്തിൽ സൂപ്പർ ഹിറ്റായി. വളരെ വലിയ സാമ്പത്തികതയെ നേടുകയും സിനിമാ രംഗത്ത് തുറന്നു നിർത്താൻ കുഞ്ചാക്കോയ്ക്ക് ശക്തി നൽകുകയും ചെയ്തത് നല്ലതയാണ്. ആ നല്ലതയുടെ നായികയായിരുന്നു വിഷ്ണുമാരി. ആ വിഷ്ണുമാരി നായികയായിട്ട് നല്ലതങ്ക വിഷ്ണുമാരി, നല്ലതങ്കയുടെ ഭർത്താവായ നായകൻ കാശി രാജാവ് സോമനാഥൻ, വൈക്കം എം.വി. മണി എന്ന വൈക്കത്തുകാരൻ, വൈക്കം മണി. നല്ലതങ്കയുടെ സഹോദരനായി നല്ലണ്ണനായി അഭിനയിച്ചത് അഗസ്റ്റിൻ ജോസഫ്
ഭാഗവതം. 2 വർഷം കൊണ്ടാണ് നല്ല നല്ല നിർമ്മാണം പൂർത്തിയായത്. ഇന്നത്തെ പോലെ 2 മാസം കൊണ്ട് തട്ടിക്കൂട്ടുന്ന പരിപാടിയാണ്. എന്നാൽ സാധ്യമല്ല. അനവധി ഷോട്ടുകളെടുത്ത് അത് ഷൂട്ട് ചെയ്തത് ഡെവലപ്പ് ചെയ്ത് ലബോറട്ടറി ഡെവലപ്പ് ചെയ്ത് ഫ്രണ്ട് നോക്കി മലയാളികൾ പിന്നെയും ഷൂട്ട് അങ്ങനെയാണ് ചിത്രമാണ്. ഏകദേശം 1948 നിർമ്മാണം ആരംഭിച്ച് നല്ല നല്ല തിയേറ്ററിലെത്തത് 1950-ലാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായി കണ്ട സിനിമ നല്ലതാണ്. ഞാൻ ആദ്യമായി കണ്ട സിനിമ, എന്നെ എല്ലാം ആക്കിത്തരുന്ന സിനിമ, ഞാൻ ആദ്യമായി കണ്ട സിനിമയിലെ നായിക, ഞാൻ ആദ്യം കണ്ട നായിക ആണ് മിസ്കുമാരി. അതുകൊണ്ട് അവരോടുള്ള സ്നേഹവും കടപ്പാടും എനിക്ക് മറ്റൊരു നായികമാരുമില്ല. കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ട ആദ്യ സിനിമയിലെ നായിക. അവരുടെ വിവിധ രീതിയിലുള്ള ക്ലോസപ്പുകളും മുഖം മാത്രം ശരീരം പൂർണ്ണമായി കാണാൻ കഴിയുന്ന ലോക്ക് ഷോട്ട്, നടന്നു പോകുമ്പോൾ എടുക്കുന്ന ട്രോളി ഷോട്ട് എല്ലാം എൻ്റെ മനസ്സിലുണ്ട്. ഈ പടത്തിൽ അഭിനയിക്കാൻ തുടങ്ങിയ സമയത്താണ് വിഷ്ണുമാരുടെ നായകനായി ഭർത്താവായിട്ട് അഭിനയിച്ചുകൊണ്ട് വൈദ്യം പിടിക്കുന്ന ഒരു മകൻ ജനിക്കുന്നത്. അപ്പൊ ഷൂട്ടിംഗ് നടക്കുന്നതിനിടയിൽ ഭാര്യയെയും മകളെയും കൊണ്ട് വൈദ്യമണിയും ഉദയ സ്റ്റുഡിയോയിൽ വന്നു. അപ്പൊ വിഷ്ണുമാരി വളരെ സ്നേഹപൂർവ്വം 6 മാസം പ്രായമുള്ള കുഞ്ഞിനെ വലിയ രീതിയിൽ ആലോചിച്ചു. ആ കുഞ്ഞാണ് എൻ്റെ ഭാര്യ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാറുണ്ടോ എന്താണ് വിഷ്ണുമാരി ഞങ്ങളുടെ ബന്ധം? പിന്നീട് എൻ്റെ ഭാര്യ പിതാവായി കഴിഞ്ഞതിന് ശേഷം ഈ നല്ലതന്നെയെക്കുറിച്ചും KRK പ്രൊഡക്ഷൻസിനെ കുറിച്ചും വിഷ്ണുമാരിയെ കുറിച്ചും ഒക്കെ എനിക്കുള്ള അനവധി സംശയങ്ങൾ തീർന്നു വന്ന അദ്ദേഹമാണ് എൻ്റെ ഭാര്യ പിതാവ്. ആദ്യമൊക്കെ ഈ ഭാര്യ ഭർത്താവായിട്ട് ചേർന്ന് അഭിനയിക്കാൻ കുമാരി ഭയപ്പെട്ടതും മടിച്ചതും. അപ്പോൾ അവൻ മറക്കണം, ഇപ്പോൾ ത്രേശമല്ല, ഇപ്പോൾ നല്ലതൊക്കെയാണ്. അപ്പോൾ ഞാൻ ഭർത്താവെന്ന് വിചാരിക്കണം എന്ന് പറഞ്ഞ് അഭിനയിക്കാൻ പ്രേരിപ്പിച്ചത്. അതിൻ്റെ ക്രമേണ ആ ചിത്രം റിലീസ് ആകുന്നത് വരെയുള്ള കാര്യങ്ങൾ അദ്ദേഹം എനിക്ക് പറഞ്ഞിട്ടുണ്ട്. ഈ നല്ലതന്നെയുടെ സഹോദരനായ നല്ലണ്ണനായി വന്ന അഗസ്റ്റിൻ ജോസഫ് എന്ന ഭാഗവതർക്ക് കൊണ്ടിട്ടുണ്ട്. അഗസ്റ്റിൻ ജോസഫ് ഭാഗവതയുടെ മകനാണ് യേശുദാസ്. അപ്പോൾ എൻ്റെ 500 പാട്ടുകൾ പാടിയ യേശുദാസിനോട് ഏറ്റവും കൂടുതൽ പാട്ട് കേൾക്കുന്ന ഞാനാണ്. ആരെങ്കിലും വയലാണോ ദിവസങ്ങൾ തെറ്റിച്ചിട്ട് മാറ്റണം. യേശുദാസിന് വേണ്ടി 500 പാട്ടുകൾ എഴുതിയ ഗായകനാണ് ഞാനാണ്. എൻ്റെ 500 പാട്ടുകൾ എഴുതിയ ഞാനെഴുതിയ 500 പാട്ടുകൾ പാടിയ ഗാനഗന്ധർവൻ പരസ്പരം കാണാതെ അദ്ദേഹത്തെ ഞാൻ കണ്ടില്ല, ഇന്ന് അദ്ദേഹം കണ്ടില്ല. പക്ഷേ അന്ന് തന്നെ ഞങ്ങൾക്ക് ബന്ധമുണ്ട്. അതാണ് കാലത്തിൻ്റെ മന്ത്രകാലം എന്ന് പറയുന്നത്. കാലത്തെ ഒരിക്കലും വിശ്വസിപ്പിക്കാൻ പറ്റില്ല. കാലം തന്നെയാണല്ലോ കാലം. അപ്പോൾ ഈ നല്ലതന്നെ സിനിമയിൽ ഞാൻ 10ാമത്തെ വയസ്സിൽ കണ്ട സിനിമയിൽ മിക്കവാറും എല്ലാ പാട്ടുകളും എനിക്ക് കാണാൻ പാടാണ്. അതിൽ വൈദ്യമണിയും അഗസ്റ്റിൻ ജോസഫും പാടി അഭിനയിക്കാറുണ്ട്. അവർ തന്നെയാണ് പാടിയത്. അവരുടെ പാട്ടുകൾ അവർ തന്നെയാണ് പാടിയത്. വൈദ്യമണിയുടെ പാട്ടുകൾ അദ്ദേഹം തന്നെയാണ് പാടിയത്. അഗസ്റ്റിൻ ജോസഫിൻ്റെ പാട്ട് അദ്ദേഹം തന്നെയാണ് പാടിയത്. വിഷ്ണുമാരിന് വേണ്ടി ഒരുപാട് പീഡിയുടെ പാടി, ഒരുപാട് കവിയൂർ ദേവമ്മ എന്നൊരു പ്രശസ്ത ഗായകരുണ്ടായിരുന്നു. അത് രവിധരിയുടെ കവിയൂർ പൊന്നമ്മയില കവിയൂർ CK ദേവമ്മ. അവർ കോളേജ് എഡ്യൂക്കേഷൻ ഡയറക്ടറായിരുന്നു നിൽക്കാലം. അപ്പം അതിൽ ഈ വിഷ്ണുമാരി മണി ചേർന്ന് അഭിനയിക്കുന്ന ആദ്യത്തെ പ്രേമരംഗം ഭാര്യ ഭർത്താക്കന്മാർ ചേർന്ന് പാടുന്ന ഒരു യുഗ്മഗാനമുണ്ട്. സന്തോഷത്തിൽ കഴിയുന്ന കാലത്ത് അതാണ് ആ പാട്ടിലാണ് എൻ്റെ പല മാത്രം പാടും.
ഇമ്പമേറും ഇതളാകും മിഴികളാൽ ആമ്പൽ അമ്പിളിയെ നോക്കാൻ കാരണം അമ്പിളിയെ നോക്കാൻ ഇമ്പമേറും ഇതളാകും മിഴികളാൽ ആമ്പൽ അമ്പിളിയെ നോക്കാൻ കാരണം അമ്പിളിയെ നോക്കാൻ. അന്നത്തെ കാല രീതിയില ക്ലാസിക്കലാണ്. അത് വൈക്കമിനോടൊപ്പം പാടുന്നത് ഈ രീതിയാണ്. അന്ന് ഈ രീതിയുടെ ഇടയിൽ തുടക്കകാലമാണ്. അതിൽ ക്രിസ്തുവാൻ പാടുന്ന അഭിനയിക്കുന്ന ഒരു ശ്ലോകം ശിവക്ഷേത്രത്തിന് മുമ്പിൽ വന്നപ്പോൾ അത് ജീവിതത്തിന് ദുഃഖമായി, രാജ്യത്തിന് ക്ഷാമമായി, സഹോദരൻ്റെ രാജ്യത്തേക്ക് വന്നു. അപ്പോൾ സഹോദരൻ്റെ ഭാര്യ അപമാനിച്ചു, ഇറക്കി വിട്ടു. അങ്ങനെ കുഞ്ഞുങ്ങളെ കൊണ്ട് അശരണയായി ആ സ്ത്രീ ഒരു ശിവക്ഷേത്രം കൊണ്ടുവന്ന് ശിവനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ശ്ലോകമാണ്. ആ ശ്ലോകം സംവിധാനം ചെയ്തുകൊണ്ട് മലയാള സിനിമയിലേക്ക് കടന്നു വന്ന ഒരു വലിയ മഹാനാണ്, ഒരു മഹാശയൻ, സംഗീത ചക്രവർത്തി എന്ന് പറയും. അദ്ദേഹത്തിൻ്റെ പേരാണ് വി ദക്ഷിണാമൂർത്തി. ശംഭോ ഞാൻ കമ്മരണ്ടാണടയുകയോ മൽക്കവാടങ്ങളയ്യോ, ശംഭോ ഞാൻ കാൺമരണ്ടാണ് അടയുകയോ മൽക്കവാടങ്ങളയ്യോ, സന്താപത്തി കെടുത്തിടുവാനൊരു കരുണാബിന്ദു വാങ്ങിടായോ. ഇങ്ങനെ ആരെങ്കിലും ശ്ലോകം എഴുതി കോട്ടയത്തുകാരനെ അദ്ദേഹവും ഈണം പറഞ്ഞത് ദക്ഷിണാമൂർത്തി സ്വാമിയാണ്. ദക്ഷിണാമൂർത്തി സിനിമയ്ക്ക് വേണ്ടി ഈണം പകർന്ന ആദ്യത്തെ വരികളാണ് ഞാനിപ്പോൾ പാടിയത്. ഈ വരികൾക്ക് ചുണ്ട് കൽപ്പിച്ചത് മിസ്റ്റുമാരിയാണ്. ഇങ്ങനെ നല്ല നല്ല സിനിമയ്ക്ക് മിസ്റ്റുമാരിക്കും ഒരുപാട് പ്രത്യേകതയുണ്ട്. മലയാള സിനിമയുടെ ഘടനയിൽ തന്നെ ഒരു വലിയ വ്യക്തിത്വം ചേർക്കാൻ കഴിഞ്ഞ മഹാപ്രതിഭയാണ് മിസ്റ്റുമാരി. അങ്ങനെ നല്ല നല്ലതിനെക്കുറിച്ച് പറയുന്നത് ഞാൻ ആദ്യം കണ്ട സിനിമയായതുകൊണ്ടാണ്. അത് കഴിഞ്ഞ് എത്രയോ സിനിമകൾ, മുട്ടത്തുറക്കിയ പ്രശസ്തമായ നോവലുകളിലെ കഥാപാത്രങ്ങളെ, ഒന്നിലധികം കഥാപാത്രങ്ങളെ മിസ്റ്റുമാരി അതിസുന്ദരമായി അഭിനയിച്ച് അവതരിപ്പിച്ചിട്ടുണ്ട്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ കത്തോലിക്ക സ്ത്രീയായ അവർക്ക് അവരുടെ സാമൂഹിക ചലനങ്ങൾ ദൃശ്യവൽക്കരിക്കുന്നതിന് യാതൊരു പ്രയാസം ഉണ്ടായിരുന്നില്ല. എങ്ങനെ അഭിനയിക്കണം, എങ്ങനെ ചട്ട കൊണ്ടു കൊടുക്കണം, എങ്ങനെ നടക്കണം, എങ്ങനെ ചാടകം നടണം, എല്ലാവർക്കും അറിയാം. പാടാത്ത വൈകലാണ് ഏറ്റവും പ്രശസ്തമായ ഇന്ത്യൻ പ്രസിഡന്റ് വെള്ളിമടൽ നേടിയ ചിത്രമാണ് പാടാത്ത വൈകല്. ഈ പാടാത്ത വൈകല് എന്നുള്ള നോവലിനാണ് പൈലി സാഹിത്യമുള്ള ഒരു പീഡനുണ്ടായത്. നമ്മുടെ ബുദ്ധിജീവികൾ പറയും പൈലി സാഹിത്യം എൻ്റെ പേരുകൊണ്ട് പാടാത്ത വൈകല്. എൻ്റെ പാടാത്ത വൈകല് ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകൾ വായിച്ചു, ബുദ്ധിജീവികളുടെ 10 പേര് വായിക്കുള്ളൂ. അത് എൻ്റെ അസൂയോട് പറയുന്നതല്ല, വേറെ കാര്യമൊന്നും. പാടാത്ത വൈകല് ജനലക്ഷങ്ങൾ വായിക്കും, ബുദ്ധിജീവികളുടെ ആയിരങ്ങളെ വായിക്കുള്ളൂ. അതുകൊണ്ട് പൈലി സാഹിത്യമുണ്ട്. അപ്പോൾ മുട്ടത്തുവർക്കി ഫൗണ്ടേഷൻ രൂപീകരിക്കപ്പെട്ടപ്പോൾ മുട്ടത്തുവർക്കി സാഹിത്യ ഭാര്യ ആ സമ്മേളനം ആലോചന നടത്തുമ്പോൾ വന്നതെന്ന് പറഞ്ഞു, നിങ്ങളെ തമ്മിയുടെ ബോർഡ് എടുക്കണം. അപ്പോൾ ഇവരുടെ ഇൻ്റർനെറ്റ് അവരുടെ മനസ്സിലില്ല, കാരണം ഒന്നാമത് കത്തോലിക്കലല്ല, എനിക്ക് അവരോട് യാതൊരു ബന്ധമില്ല. അപ്പോൾ എന്തുകൊണ്ടെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അദ്ദേഹത്തെ ഏറ്റവും ഇഷ്ടമുള്ള ആളായിരുന്നു തമ്പി ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ട്രസ്റ്റിൽ മുട്ടത്തുവർക്കി ട്രസ്റ്റ്. അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചിരുന്നത് മുട്ടത്തുവർക്കി സ്വാമിയെ പരസ്യമായി വിമർശിച്ച് ചെറുകഥ എഴുതിയിട്ടുള്ളതാണ് ഓർമ്മിക്കുന്നത്. ആദ്യത്തെ മുട്ടത്തുവർക്കിയാണ് ഓർമ്മിക്കലുണ്ട്. അതേ സ്വീകരിക്കണം. അപ്പം ഞാൻ അങ്ങനെ സ്വീകരിക്കാൻ തയ്യാറില്ല. കാരണം മുന്നോട്ട് ഒരു കഥയ്ക്കകത്ത് മനസ്സാറിന്റെ പേരെടുത്ത് ആക്ഷേപിച്ചിട്ടുണ്ട്. പക്ഷേ ഓർമ്മിക്കാൻ കോട്ടയത്ത് വന്ന അവാർഡ് വന്നു. പിന്നെ നമ്മുടെ മലയാള സാഹിത്യത്തിലുള്ള എല്ലാ
സൗക്കാരുടെ ബുദ്ധിജീവികളും അവാർഡ് വെച്ചു. ഹരിചന്ദ്രൻ മകനെ പാമ്പ് പിടിക്കും. ആ ശവം മരിച്ച കുട്ടിയെ ദഹിപ്പിക്കാനായിട്ട് ഹരിചന്ദ്രന്റെ ഭാര്യ ചുടുകാട്ടിലേക്ക് വരുമ്പോൾ ഹരിചന്ദ്രൻ ചുടുകളുടെ കാവൽക്കാരനാണ്. അപ്പോൾ സത്യസന്ധനാണ്. അപ്പോൾ രണ്ടുപേർക്ക് മനസ്സിലായില്ല, വർഷം ഒരുപാടായി. അപ്പോൾ എൻ്റെ കുഞ്ഞിനെ ദഹിപ്പിക്കണം, പൈസ ഉണ്ടോ, പണമുണ്ടോ, ഇത്ര രൂപയാണ്, ഇത്ര നാണയങ്ങളാണോ അവിടെ ദഹിപ്പിക്കണം. അപ്പോൾ എനിക്ക് നിവൃത്തിയില്ല, എനിക്ക് ഒന്നും തരാനില്ല, എൻ്റെ ഒന്നുമില്ല, എൻ്റെ സഹായം പറയുമ്പോൾ ഞാൻ സത്യസന്ധനായിട്ടിരിക്കണം. എനിക്ക് ഇവിടെ എന്ത് തരാനുണ്ടോ അത് തന്നാൽ മാത്രമേ ഞാൻ ദഹിപ്പിക്കൂ. അപ്പോൾ പെട്ടെന്ന് ഈ കഴുത്തിൽ കിടന്ന താലി ഹരിച്ചെന്ന് തിരിച്ചറിയും. അപ്പോഴാണ് തന്റെ ഭാര്യയാണെന്ന് മനസ്സിലാക്കുന്നത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് ശിവൻ പ്രത്യക്ഷപ്പെട്ട് കുട്ടിക്ക് ജീവൻ കൊടുക്കും. പക്ഷെ 21-ാം നൂറ്റാണ്ടിൽ ഞാൻ ഇതുവരെ ശിവൻ പ്രത്യക്ഷപ്പെടാൻ കണ്ടില്ല. അതിനൊരു സങ്കല്പമോ യേശു പ്രത്യക്ഷപ്പെടാൻ കണ്ടിട്ടില്ല, അല്ലാഹു പ്രത്യക്ഷപ്പെടാൻ കണ്ടിട്ടില്ല. അവരെ ചില മനുഷ്യരിൽ അവരുടെ അംശങ്ങൾ ചില മനുഷ്യരിൽ കാണാൻ കഴിയും എന്നല്ലാതെ. അപ്പോൾ നമ്മൾ സത്യത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ രംഗം എനിക്ക് ഇപ്പോഴും എൻ്റെ മനസ്സിൽ ആ മരിച്ച കുട്ടിയെ എടുത്തുകൊണ്ട് ആ ചുടുകാട്ടിലേക്ക് വന്ന് നിൽക്കുന്ന വിഷ്ണുമാനമുണ്ട്. ഒരിക്കലും പറയാത്ത അത്രയും മനോഹരമായി അഭിനയിക്കുന്ന ഒരു നടി. ആ കാലഘട്ടത്തിൽ നമ്മളിത് മഞ്ജുവാരെ കൊടുക്കുന്നു, അതിനൊത്ത് വന്ന് പല നടികളെ കൊടുക്കുന്നു, സാക്ഷിയെ കൊടുക്കുന്നു, ശാരയെ കൊടുക്കുന്നു. ഒരു കാര്യങ്ങൾ മനസ്സിലാക്കണം, അവർക്കെല്ലാം തന്നെ ഒരു മാതൃക ഉണ്ടായിരുന്നു കണ്ടുപഠിക്കാൻ. വിഷ്ണുമാരിക്ക് മാതൃക ഉണ്ടായിരുന്നില്ല കണ്ടുപഠിക്കാൻ. വിഷ്ണുമാരി നായികയാകുന്നത് വരെ തികച്ചും നാടകീയമായി കൃത്രിമമായി അഭിനയിക്കുന്ന തെലുങ്ക് നടികളോ തമിഴ് നടികളോ മലയാള സിനിമ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ അവരെ കണ്ടുപഠിക്കാൻ അവർക്ക് മുമ്പിലൊന്നുമില്ലായിരുന്നു. അപ്പൊ സ്വാഭാവികമായ അഭിനയം എന്താണെന്ന്, സ്വാഭാവികമായ അടിവരണം, സ്വാഭാവികമായ അഭിനയം എന്താണെന്ന് മലയാളി പഠിപ്പിച്ച ആദ്യ നടിയാണ് വിഷ്ണുമാരി. ആരും പറഞ്ഞു കൊടുക്കുന്നില്ല, അവർ സ്വയം അതാരുടെ കഴിവ്, അവരുടെ പ്രതിഭ. അവരതിനുവേണ്ടി നിയോഗിക്കപ്പെട്ടതാണ്. ഈശ്വരനാൽ അതിനുവേണ്ടി ഈശ്വരനുണ്ടെങ്കിൽ ഈ സ്ഥല ഹോസ്പിറ്റൽ അറിയാൻ നിയോഗിക്കപ്പെട്ടതാണ്. അസ്വാഭാവികമായ ഒരു ചലനം പോലും നമുക്ക് വിഷ്ണുമാരി കാണാൻ പറ്റില്ല. ഓവറാക്കിങ് ഉണ്ടാവില്ല, ഒരു രംഗത്തേക്ക് ഒരു ഓവറാക്കിങ് ചെയ്തിട്ടില്ല, അണ്ടർപ്ലൈ മതിയാണ്. ഇന്ന് നമ്മുടെ മോഹൻലാലൊക്കെ അഭിനയിക്കുന്ന രീതിയിലാണ് വിഷ്ണുമാരി അഭിനയിക്കുന്നത്. ആ കാലത്ത് അത് ഏറ്റവും ഇവിടെ ആരും പരാമർശിക്കാത്ത ഒരു സിനിമയുണ്ട്. തകഴിശിവസൻ ഇപ്പോൾ രണ്ടടങ്ങി നോവൽ സിനിമയാക്കിയപ്പോൾ തകഴിശിവസൻ രണ്ടടങ്ങി നോവലോട് അത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് എഴുതിയ നോവലാണ്. രണ്ടടങ്ങി നോവലിന് എനിക്ക് ഇന്നും അറിയാം. രണ്ടടങ്ങി നോവലിന്റെ കവർ ചിത്രം ഒരുപാട് കിട്ടിയാണ്. ആ രണ്ടടങ്ങി സിനിമയാക്കിയപ്പോൾ അതിലെ ചികിതയായിട്ട് നായികയായി ഒരു സ്ത്രീയായിട്ട് വിഷ്ണുമാരി അഭിനയിച്ചു. എങ്ങനെ ബ്ലാക്ക് മേക്കപ്പ് ഇട്ട് അഭിനയിച്ചു. എന്റെ സൗന്ദര്യം കുറയ്ക്കാനൊന്നും പറ്റില്ല. എന്നോട് പറയുന്നുണ്ട് ഇപ്പോഴത്തെ വലിയ വലിയ നടികൾ, സാറേ ഗ്ലാമർ ഇല്ലാത്ത മനുഷ്യൻ എനിക്ക് വേണ്ട സാർ. ഒരുപാട് പോയിട്ടുണ്ട്. ഞാൻ ഗ്ലാമർ നിങ്ങൾ നടിയില്ലേ, നന്നായിട്ട് അഭിനയിക്കാൻ മതി, നല്ല സാരി കൊടുക്കാൻ പറ്റില്ല സാറേ, അതെനിക്ക് വേണ്ട എന്നെ പറഞ്ഞ് ഒരുപാട് വേണം. അപ്പം ആ കാലം രണ്ടടങ്ങഴിയിൽ ചിരിത എന്ന കഥാപാത്രമായിട്ട് അഭിനയിക്കുമ്പോൾ മറ്റൊരു കാര്യങ്ങൾ ആലോചിക്കണം. ചില നായകരുടെ ഭാര്യയുടെ അഭിനയിക്കില്ലെന്നോ നായികയുടെ അഭിനയിക്കില്ലെന്നോ പറഞ്ഞ നടികളുണ്ട്. കലാഭവൻ മണിയോട് അഭിനയിക്കില്ലെന്ന് പറഞ്ഞോ മിക്കവാറും എല്ലാ നടികളും മലയാളത്തിൽ. അങ്ങനെ കലാഭവൻ മണിയോട് പട്ടാട്ടോറിക്ഷ ഡ്രൈവറായിരുന്നു. മറ്റോ പെട്ടെന്നോടുള്ള കുടിയില്ല, കുടുംബത്തിലില്ല, വലിയ ആളല്ല. അതുകൊണ്ട് ഇവിടുത്തെ പല നമ്മളൊക്കെ വളരെ സ്നേഹിക്കുന്ന ഒരുപാട് സുന്ദരി കുട്ടിമാർ മണിയൊക്കെ കണ്ട കലാഭവൻ നായികല്ല എന്ന് പറയുന്നത്. എന്നാൽ പ്രേംനസീറും സത്യനും ഏറ്റവും ഉയർന്ന നിലയിൽ നിൽക്കുമ്പോൾ അവരുടെ സിനിമകൾ മാത്രമേ കാണൂ എന്ന് കേരളത്തിലെ ജനങ്ങൾ തീരുമാനിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ രണ്ടിടങ്ങളിൽ നായകനായി അഭിനയിച്ചത് പ്രേംനസീറും സത്യനുമല്ല, ഒരു ഗ്ലാമർ ഹീറോ അല്ല, സുന്ദരനല്ല, അദ്ദേഹം നടനാണ്.
അതുകൊണ്ട് ഓരോന്നുള്ള കഥാപാത്രമായിട്ട് പി ടി ആന്റണിയും അത് ചാച്ചൻ എന്ന കഥാപാത്രമായിട്ട് ES മുത്തയ്യയുടെ സ്വഭാവമാണ്. ആ സിനിമയിൽ ബ്ലാക്ക് മേക്കപ്പ് ഇട്ടത് മുഖം കറപ്പിച്ച് നീലക്കുയിലത്തിലാണ് 1954 പറയുന്നത്. നീലക്കുയിൽ ഇപ്പോൾ ദീപാസ്കരി രാമക്കാരൊക്കെ ചേർന്ന് സംവിധാനം ചെയ്ത നീലക്കുയിലൊരു സിനിമ എന്ന് പറഞ്ഞാൽ മലയാള സിനിമയെ ഇളക്കി മറിച്ച സിനിമയാണ്. കാരണം അതുവരെ കണ്ടതല്ല സിനിമ എന്ന മലയാളി പഠിപ്പിച്ചത് നീലക്കുയിലാണ്. അത് ഭാസ്കർ മാസ്റ്റർ ജി ഭാസ്കറും രാമക്കാരും ചേർന്ന് സംവിധാനിച്ച സിനിമയാണ്. അന്നാണ് മലയാളി മനസ്സിലാക്കി എന്താണ് സിനിമ. നമ്മളിവർ കണ്ടതുമല്ല സിനിമ, ഇതാണ് സിനിമ, ഇതാണ് പാട്ട്, ഇതാണ് സംഗീതം, ഇതാണ് ഛായാഗ്രഹണം. അതാണ് വിൻസെന്റ്, ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഛായാഗ്രഹകനായ സംവിധായകനായ വിൻസെന്റ് ക്യാമറ ചലിപ്പിച്ച ആദ്യ സിനിമ മലയാളത്തിൽ നീലക്കുയിൽ. അപ്പൊ അതിൽ നായികയായിരുന്നു മിസ് കുമാരി. അതിലെ അഭിനയം, അതായത് ഒരു അധ്യാപകരായ ഉയർന്ന കാര്യത്തെ പ്രണയിക്കുകയും ഗർഭിണിയായി കഴിയുമ്പോൾ അയാൾ കാലുമാറുകയും അങ്ങനെ ആത്മഹത്യയും ചെയ്യുന്ന ഒരു സ്ത്രീയുടെ കഥയാണ്. അതുപോലെ തന്നെ വളരെ അതിമനോഹരമായ ഒരു സിനിമയാണ് മുടിയനായപുത്രൻ. KPSCയുടെ വളരെ പ്രശസ്തമായ നാടകമാണ് മുടിയനായപുത്രനിലും കുമാരിയുടെ നായിക. അതിൽ അഭിനയം ഉണ്ടായിരുന്നു, പക്ഷെ കുമാരിയുടെ പ്രധാന വിഷയം. അപ്പൊ അവരുടെ കാരിയർ ഒന്ന് നോക്കുകയാണെങ്കിൽ 32 ജനിച്ചു എന്ന് പറയുന്നത് 32 ജനിച്ചു 69 മരിച്ചു. അപ്പൊ 37 വയസ്സിൽ മരിച്ചാൽ മതി. പല നടികളും പ്രശസ്തി നേടുന്ന 30 വയസ്സാകുന്നുണ്ട്, 35-36 ആകുമ്പോഴേ. അപ്പൊ 37 വയസ്സിൽ ഈ ലോകം വിട്ടു. 16 വയസ്സിൽ തുടങ്ങി. അപ്പൊ ആദ്യത്തെ ഒരു ചെറിയ വയസ്സത്തെ 16 ദിവസം 21 വർഷം മാത്രമാണ് അവർ സിനിമയിൽ ഉള്ളത്. അതിലൂടെ ഇത്രയും പ്രാഗൽഭ്യം തെളിയിച്ച ഒരു നടി അവരുടെ ഓർമ്മ നിലനിർത്താൻ ശ്രമിക്കുന്ന അവരുടെ മക്കൾക്ക്, ഈ നാട്ടുകാർക്ക്, അതിന് പിന്തുണ നൽകുന്ന അനുഗ്രഹീത പിതാവിന് എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. വളരെ നിറഞ്ഞ സന്തോഷത്തോടെ, നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ മിസ് കുമാരി ഫൗണ്ടേഷൻ ഉദ്ഘാടനം ചെയ്യുവാൻ പ്രഖ്യാപിക്കുന്നു. അപ്പം ഇവിടെ നിങ്ങൾക്കറിയാം, ഈ വേദിയിൽ ക്രിസ്ത്യാനി അല്ലാത്ത ഒരുത്തൻ ഞാൻ മാത്രമേ. അതുകൊണ്ട് എനിക്ക് ക്രിസ്ത്യാനികളാകാൻ കഴിയുമെന്ന് തെളിയിച്ച ഒരു ഗാനത്തിൻ്റെ പല്ലവി പാടിക്കൊണ്ട് ഞാൻ പിൻവാങ്ങുന്നു. സത്യനായക മുക്തിദായക പുൽത്തൊഴുത്തിൻ പുളകമായ സ്നേഹഗായക ശ്രീ യേശുനായക സത്യനായക മുക്തിദായക പുൽത്തൊഴുത്തിൻ പുളകമായ സ്നേഹഗായക ശ്രീ യേശുനായക. ഒരു കാര്യം പറഞ്ഞേക്കാം, എനിക്ക് ഞാൻ പിതാവിന് അദ്ദേഹത്തെ വിളിച്ചത് എനിക്ക് പുരോഹിതന്മാരുടെ അങ്ങേയറ്റത്തെ ബഹുമാനമുള്ള ആളാണ്. പക്ഷെ എന്നാൽ അച്ഛന്മാർ കള്ളം പറയുന്നത് ഈ പാട്ടിലൂടെ ഞാൻ മനസ്സിലാക്കി. അതെങ്ങനെ പറഞ്ഞ് ഒരിക്കൽ ഞാനിങ്ങനെ ഡൽഹിയിൽ നിന്ന് മദ്രാസിലേക്ക് ഫ്ലൈറ്റിൽ വരികയായിരുന്നു. അവരെ തൊട്ട് അടുത്തിരുന്ന ഒരു ബിഷപ്പാണ്. അദ്ദേഹം പക്ഷേ കത്തോലിക്ക ബിഷപ്പല്ല, ഇത് ജാക്കബൈറ്റ് അങ്ങനെയുള്ള ഒരു ബിഷപ്പാണ്. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്തിരുന്ന് പലരും സംസാരിച്ച കൂട്ടത്തിൽ പാട്ടുകളൊക്കെ എഴുതിയിട്ടുണ്ടോ, പാട്ടുകളൊക്കെ എഴുതുന്നുണ്ടോ എപ്പോഴും ഞാൻ പറഞ്ഞു എഴുതുന്നുണ്ടോ. നല്ല ക്രിസ്ത്യൻ സോങ്സ് എഴുതണം, ക്രിസ്ത്യൻ പാട്ടുകൾ എഴുതണം. ഞങ്ങൾ ക്രിസ്ത്യൻ പാട്ടുകൾ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അതേ പെട്ടെന്ന് ഞങ്ങളുടെ അച്ഛൻ വലിയൊരു പാട്ടുണ്ട്, യേശുദാസ് പാടിയത് വളരെ ഹിറ്റാണത്. ഞങ്ങളുടെ അച്ഛൻ വലിയൊരു പാട്ടുണ്ട്, എന്താ സത്യനായക മുക്തിനായക കേട്ടിട്ടില്ലേ, ഞങ്ങളുടെ അച്ഛൻ്റെ പാട്ടാണ്. അപ്പൊ ഏതോ അച്ഛൻ ഫാദറെ വിഷമയെ വിശ്വസിപ്പിച്ച് അങ്ങനെ ഈ പാട്ട്. അങ്ങനെയാണ് അച്ഛൻ്റെ കള്ളം പറയുന്നത് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ ഫാദർ ബിഷപ്പ് കോർണേലിയാസ് വാരാപ്പുഴ ബിഷപ്പായിരുന്ന കോർണേലിയാസ് അതിമനോഹരമായ പാട്ടുകൾ എഴുതിയ കവിയാണ്. എനിക്ക് അദ്ദേഹത്തെ വളരെ ഇഷ്ടം. അദ്ദേഹത്തിൻ്റെ ക്രിസ്ത്യഗാനങ്ങളെല്ലാം അത് വളരെ ഉന്നതങ്ങളാണ്. അതിൽ അപ്പം അദ്ദേഹത്തെ കുറിച്ച് ഡോക്യുമെൻ്റ് ഉണ്ടായി.
അദ്ദേഹത്തെ സംസാരിച്ചപ്പോഴും ഞാനതിനെ കൂടി കഥന്നു. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം സത്യനായ മുഖ്യനായ താനില്ലാതെ അച്ഛ പറഞ്ഞുകൊണ്ട് എന്നെ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് തെറ്റില്ലല്ലോ, തമ്മി രണ്ട് പിള്ളേർ മക്കളില്ലേ. അദ്ദേഹത്തിൻ്റെ ഭാര്യയെക്കുറിച്ചുള്ള മറുപടി. അപ്പോൾ ഈ പാട്ട് മാത്രമല്ല, അനവധി ക്രിസ്ത്യൻ സോങ്സ് നിങ്ങൾ കേൾക്കുന്നത്. നീയന്റെ വെളിച്ചം, ജീവന്റെ തെളിച്ചം, നീ എന്ന ഭയമല്ലേ അമ്മേ, നീ എന്ന ഭയമല്ലേ, കൈവെടിയരുതേ കന്യാമറിയമേ, കനിവിൻ കേദാരമേ അമ്മേ, കനിവിൻ കേദാരമേ, നീയന്റെ വെളിച്ചം, ജീവന്റെ തെളിച്ചം, നീ എന്ന ഭയമല്ലേ അമ്മേ, നീ എന്ന ഭയമല്ലേ. ഇത് ഞാനില്ലാണ്. ഈ പാട്ട് ഈണം പറയുന്നത് ഇന്നത്തെ വളരെ പ്രശസ്തരായ AR റഹ്മാൻ്റെ അച്ഛൻ RK ശേഖറാണ്. അപ്പോൾ ഈ പാട്ട് ചെയ്യുന്ന സമയത്ത് ഞാനും RK ശേഖർ ഹിന്ദുക്കളായിരുന്നു. AR റഹ്മാൻ പിന്നെ മതം മാറിയതാണ്. നമസ്കാരം. മലയാള സിനിമയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നവർ ഏറ്റവും ശ്രേഷ്ഠമായ സാന്നിധ്യമായ ശ്രീ കുമാരൻ തമ്പി സാറ് തൻ്റെ അനുഭവങ്ങൾ നമ്മളോട് പങ്കുവച്ചതിന് മിസ് കുമാരിയെ കുറിച്ചുള്ള ഓർമ്മകൾക്ക് മിസ് കുമാരി ഫൗണ്ടേഷൻ്റെ ഉദ്ഘാടനത്തിലൊക്കെ ഈ കൂടിയിരിക്കുന്ന എല്ലാ സദസ്സിൻ്റെയും നന്ദി അറിയിക്കുകയാണ്. അടുത്തതായി ആശംസകളുടെ സമയമാണ്. ആശംസ അർപ്പിക്കുന്നതിനായി കിസ്കോ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോർസി കാപ്പി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ദേവൻ സാറ്, അഭിമന്യ കമ്പനിയായിട്ട് പിതാവ് ശ്രീ കുമാരൻ തമ്പി സാറ്, വേദിയിലും സദസ്സിലുമുള്ള ഏറെ ബഹുമാന്യരെ, ഈ മഹാനദിയുടെ മിസ്കുമാരി എന്ന മഹാനദിയുടെ ഓർമ്മയ്ക്ക് മുമ്പിൽ സ്മരണയ്ക്ക് മുമ്പിൽ ഞാൻ ശിരസ്സ് വന്നിരിക്കുന്നു. ഇനിയൊരു പ്രസംഗത്തിൻ്റെ ആവശ്യമില്ല, ആശംസയുടെയും ആവശ്യമില്ല. കാരണം തമ്പി സാറിൻ്റെ പ്രസംഗത്തോടു കൂടി എല്ലാം പൂർത്തിയായി. 4:30 മീറ്റിംഗ് തുടങ്ങി, ഇപ്പോൾ 7 മണിയായി. ആരുടെയും ക്ഷമയെ പരീക്ഷിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. മിസ്കുമാരി എന്ന മഹാനടിയുടെ മരണം നിലനിർത്തുന്നതിന് അവരുടെ മക്കൾ തുടങ്ങിയ ഈ ആരംഭം നല്ല നിലയിൽ പോകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. സമൂഹം ആദരിക്കേണ്ടവരെ സമൂഹം ആദരിക്കുന്നില്ല. മക്കളുടെ ശക്തിയും പണവും ഉണ്ടെങ്കിൽ മാത്രമേ ഇതുപോലുള്ള ആദരങ്ങൾ നടത്തിയിട്ടുള്ളതാണ് സത്യം. നമ്മുടെ ചുമതലയാണ് ഏറ്റെടുക്കുന്നത്. അതുകൊണ്ട് ഭാവിയിലെങ്കിലും നമ്മളെല്ലാവരും ഒന്നിച്ചു നിന്ന് ഇതുപോലുള്ള കാര്യങ്ങളിൽ മുന്നോട്ട് പോകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അറിയിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ഭാരതം ജയിക്കുന്നു. അധ്യക്ഷൻ ഏറ്റവും ബഹുമാനനായ ഡോക്ടർ സദീഖ് നൗസാദ്, ഈ ഫൗണ്ടേഷൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച ഏറ്റവും ബഹുമാനനായ ശ്രീകുമാരൻ തമ്പി അവരുടെ അനുഗ്രഹ പ്രഭാഷണം നടത്തിയ പാലാ രൂപതയുടെ ബിഷപ്പ് ജോസഫ് കല്ലറിങ്ങാട്ട്, ഫൗണ്ടേഷൻ്റെ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ബഹുമാനനായ ജോർജ് കൊടുക്കുന്ന സാറേ, വേദിയിലിരിക്കുന്ന പ്രിയ നേതാക്കന്മാരെ, നല്ലവരായ സുഹൃത്തുക്കളെ, 50 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ വിട്ടുപിരിഞ്ഞ നമ്മുടെ പാലായുടെ ഭരണജ്ഞാനത്തിന് അഭിമാനമായിരുന്ന മിസ് കുമാരിയുടെ സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടിയാണ് ഇന്ന് അവരുടെ പേരിൽ ഒരു ഫൗണ്ടേഷൻ അവർ ആരംഭിച്ചിരുന്നു. ഞാൻ ജനിക്കുന്നതിന് മുമ്പ് എനിക്കൊന്നും മിസ് കുമാരിയെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുള്ളതല്ലാതെ അവരെ നേരിൽ കാണുന്നതിനുള്ള ഭാഗ്യം ലഭിച്ചിട്ടില്ല. അവരുടെ സിനിമകൾ മാത്രം കാണുവാനായിട്ടുള്ള ഭാഗ്യമാണ് ലഭിച്ചിട്ടുള്ളത്. മിസ് കുമാരി എന്ന നടിയെക്കുറിച്ച് എനിക്ക് മുമ്പ് പ്രസംഗിച്ചവരെല്ലാം സൂചിപ്പിച്ചു. ഞങ്ങൾ ഇടപ്പാടി കേന്ദ്രമായി തലക്കടി മ്യൂസിക് ക്ലബ് എന്ന പ്രസ്ഥാനം കഴിഞ്ഞ 5-6 വർഷക്കാലമായി എല്ലാ മാസവും ശ്രീ രവി വരികുന്നത്തിൻ്റെ നേതൃത്വത്തിലാണ് അവിടെ മിസ് കുമാരി നഗർ എന്ന പേരിൽ അവിടെ എല്ലാ മാസവും സംഗീത സായാഹ്നം സംഘടിപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ മേനേജർ ഫൈനാൻസ് സൊസൈറ്റിയുടെ പാലായിൽ 25 വർഷമായി പ്രവർത്തിക്കുന്ന മേനേജർ ഫൈനാൻസ് സൊസൈറ്റി
തീർച്ചയായിട്ടും മിസ് കുമാരിയുടെ സ്മരണാദിനത്തിന് ആവശ്യമായിട്ടുള്ള പരിപാടികളെ കുറിച്ച് ആലോചിക്കുന്നു. ഈ പരിപാടിയിൽ പങ്കെടുത്ത നിങ്ങളെല്ലാവർക്കും എല്ലാവിധത്തിലുള്ള ആശംസ അർപ്പിക്കുക എന്നുള്ള മാത്രമാണ് എൻ്റെ ഉദ്ദേശം. അതുപോലെ തന്നെ ഒരു ചെറിയ അറിയിപ്പുള്ളത്, മീനച്ചിൽ ഫൈനാൻസ് സൊസൈറ്റിയിലെ ഒട്ടേറെ മെമ്പേഴ്സുകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ മാസത്തെ നമ്മുടെ പ്രോഗ്രാം 29-ാം തീയതി ടോൺകാടിൽ കഥാപ്രസംഗമാണ് ഈ മാസത്തെ പ്രോഗ്രാം. അതിനെല്ലാവരും എത്തിച്ചേരണം. ഇന്നത്തെ ഈ ഫൗണ്ടേഷൻ്റെ ഉദ്ഘാടനത്തിലും അനുസ്മരണ സമ്മേളനത്തിലും പങ്കെടുക്കാനെത്തിയ എല്ലാവർക്കും എല്ലാവിധത്തിലുള്ള ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇന്നത്തെ യോഗ സാറെ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ഏറ്റവും സ്നേഹമുള്ളവരെ, JCI പാലാ ടൗണിൻ്റെ ഒരു പ്രതിനിധി എന്നുള്ള നിലയിൽ ഒരു ആശംസ അർപ്പിക്കുന്നതിനായി ഇവിടെ നിൽക്കുമ്പോൾ ഞങ്ങൾ JCI പാലാ ടൗൺകാരെ സംബന്ധിച്ചിടത്തോളം മിസ് കുമാരി അനുസ്മരണവുമായി ഞങ്ങളെ ബന്ധിപ്പിക്കുന്നത് മിസ് കുമാരിയുടെ മൂത്ത മകനായ ജോണി തളിയത്താണ്. ഇപ്പോഴും ആ മിസ് കുമാരിയുടെ യൗവനം നിലനിൽക്കുന്ന രീതിയിലുള്ള ആ പ്രസന്ന മുഖത്തോടെയുള്ള ജോണി തളിയത്ത് അദ്ദേഹവുമായിട്ടുള്ള സംസാരത്തിനിടയിൽ പലപ്പോഴും തൻ്റെ അമ്മയെക്കുറിച്ചുള്ള ചിന്തകൾ, ആ കാലഘട്ടത്തിലെ സിനിമകളെക്കുറിച്ച്, ഉദയ സ്റ്റുഡിയോയെക്കുറിച്ച് ഒക്കെയുള്ള ആശയങ്ങൾ ഞങ്ങളുമായി പങ്കുവയ്ക്കുന്ന അല്ലെങ്കിൽ ഷെയർ ചെയ്യുന്ന സൗഹൃദ സംഭാഷണത്തിനിടയിൽ ഷെയർ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയൊരു അനുസ്മരണത്തെക്കുറിച്ച് പറയുകയും അതിന് JCI പാലാ ടൗൺ പങ്കാളികളാകുന്നതിൽ സന്തോഷമേ ഉള്ളൂ എന്ന് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ, ബോബി കുറിച്ചി പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ചർച്ച ചെയ്യുകയും അത് എത്രയും മികച്ച രീതിയിൽ ഇവിടെ പ്രാവർത്തികമാക്കുകയും ചെയ്തതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമുണ്ട്. മിസ് കുമാരി യൗവനത്തിന്റെ ആഘോഷമായിരുന്നു. അന്നത്തെ കാലഘട്ടങ്ങളിൽ നമുക്കറിയാം, സിനിമാ ലോകമൊക്കെ ഒരു യാഥാസ്ഥിതിക ക്രൈസ്തവ കുടുംബത്തിലുള്ള പെൺകുട്ടികൾക്ക് നിശ്ചിതമായിരുന്ന അല്ലെങ്കിൽ ചിന്തിക്കാൻ പോലും അപ്പുറത്തായിരുന്ന കാലഘട്ടത്തിൽ വേറിട്ട വഴിയിലൂടെ സഞ്ചരിക്കുകയും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത മിസ് കുമാരി യുവജനങ്ങൾക്ക് എന്നും ഒരു മാതൃകയാണ്. യൗവനത്തിൻ്റെ ഒരു ആഘോഷവും ഇന്നത്തെ യുവതലമുറയ്ക്കാണെങ്കിലും എല്ലാവരും പോകുന്ന വഴിയിൽ കൂടെ പോകാനും എല്ലാവരും ചിന്തിക്കുന്ന ചിന്തയിൽ കൂടെ കാണാനും ഒന്നിനെ കാണാനും വ്യത്യസ്തമായി വേറിട്ട വഴികളിലൂടെ ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനുമുള്ള ഒരു പ്രചോദനമായിരുന്നു മിസ് കുമാരി. ആ ഓർമ്മകൾ 50 വർഷങ്ങൾക്ക് ശേഷവും നിലനിൽക്കുന്നെങ്കിൽ അത് ആ കലയുടെ മൂല്യമാണ്. മരണത്തെ പോലും കാലത്തെ പോലും തോൽപ്പിക്കുന്ന കലയുടെ മൂല്യമാണ്. അങ്ങനെയുള്ള നല്ല കലാസൃഷ്ടികളും നല്ല കലാപ്രേമികളും അങ്ങനെയുള്ള നല്ല കഥാകൃത്തുകളും കലാസ്നേഹികളും ഒക്കെ നമ്മുടെ ഈ മീനച്ചിൽ താലൂക്കിൽ ഉണ്ടാകട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദിയുടേതായ ഏതാനും വാക്കുകൾ ഈ അവസരത്തിൽ അറിയിക്കട്ടെ. ഇന്നത്തെ യോഗത്തിൻ്റെ അധ്യക്ഷൻ മിസ് കുമാരി ഫൗണ്ടേഷൻ്റെ ചെയർമാനും ഞങ്ങളുടെ ഗുരുനാഥനും പിതൃതുല്യനുമായ ബഹുമാനപ്പെട്ട ഡോക്ടർ ശ്രീ തോമസ് സാർ, ഇന്നത്തെ ഈ ദിവസം മിസ് കുമാരി ഫൗണ്ടേഷൻ്റെ ഉദ്ഘാടനം ധന്യമാക്കിയ ശ്രീകുമാരൻ നബി സാർ, ബഹുമാനപ്പെട്ട പാലാ അധ്യക്ഷൻ അദ്ദേഹം പോയി, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സദസ്സിലുള്ള പ്രിയരെ, മിസ് കുമാരി ഫൗണ്ടേഷൻ മിസ് കുമാരിയുടെ മക്കളോടൊപ്പം തന്നെ ഭരണകാലത്ത് കൊല്ലംപറമ്പ് കുടുംബാംഗങ്ങളുടെയും ഒരു വലിയ ആഗ്രഹ സാഫല്യമാണ്. ബഹുമാനപ്പെട്ട ഡോക്ടർ ബാബു തളിയത്ത് സൂചിപ്പിച്ചതുപോലെ ഭരണകാലത്ത് മിസ് കുമാരിയുടെ ഓർമ്മ നിലനിർത്തത്തക്ക രീതിയിലുള്ള പല കാര്യങ്ങളും തിയേറ്ററായിട്ടും സ്റ്റേഡിയമായിട്ടും ഒക്കെ കാരണവന്മാരുടെ കാലത്ത് നടന്നിരുന്നുവെങ്കിൽ പുതിയ തലമുറയിലെ ഞങ്ങളുടെ മക്കൾ മാത്രമാകുമ്പോൾ ഒരു പരിധിവരെ അസ്തമയത്തിലായിരുന്നു. എങ്കിലും ഈ 50ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് ഒരു പുതു കാൽവയ്പ് നടത്തുവാനായി ശ്രമിക്കുകയാണ്. ഇന്നത്തെ ഈ ദിവസം ഈ ഫൗണ്ടേഷൻ ഉദ്ഘാടനത്തിനായി ശ്രീകുമാരൻ നമ്പി സാർ സൂചിപ്പിച്ചതുപോലെ, മറ്റെല്ലാവരും സൂചിപ്പിച്ചതുപോലെ, ഇതൊരു നിയോഗമാണ്, ഇതൊരു അനുഗ്രഹമാണ്. മറ്റാരാണ് ഈ ഫൗണ്ടേഷൻ്റെ ഉദ്ഘാടനം നടത്തിയിരിക്കുന്നത്? മറ്റാരുമല്ല, സാറ് തന്നെയാണ്. തീർച്ചയായും അദ്ദേഹത്തെക്കുറിച്ച് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ സൃഷ്ടികളുടെ പരിപൂർണതയ്ക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ 25ഓളം സിനിമകൾ, 29ഓളം സിനിമകൾ സംവിധാനം ചെയ്തു, 25ഓളം സിനിമകൾ നിർമ്മിച്ചു, ഒട്ടേറെ ആയിരക്കണക്കിന് ഗാനങ്ങൾ അദ്ദേഹം രചിച്ചു. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് നിമിഷങ്ങളിൽ
നമ്മൾ ജനിക്കാത്ത ഒരു കാലഘട്ടത്തിൽ 1940-കളിൽ 40 മാർച്ചിലാണ് അദ്ദേഹം ജനിക്കുന്നത്. അതിനുശേഷം അദ്ദേഹത്തിന് 10 വയസ്സുള്ളപ്പോൾ 1950 കാലഘട്ടം മുതൽ ഇങ്ങോട്ടുള്ള കുറെ നാളുകളിൽ നമ്മൾ ജീവിക്കുകയാണ്. എന്തൊരു വലിയ അനുഗ്രഹമാണ് ഇന്നത്തെ ഈ ഒരു സന്ധ്യയിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ സൃഷ്ടികളുടെ പരിപൂർണതയ്ക്ക് വേണ്ടി വളരെയധികം കണിശക്കാരനായ ഒരു വ്യക്തിയാണ് അദ്ദേഹം. എന്നാൽ എല്ലാത്തിലും അദ്ദേഹത്തിന് ഒരു വിദഗ്ധമുണ്ട്. എങ്കിൽ പോലും നമുക്കറിയാം, മലയാളത്തിലെ ഹൃദയരാഗങ്ങളുടെ കവി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. എത്രമാത്രം ഭാവങ്ങളാണ് ആ ഹൃദയത്തിലൂടെ കടന്നു പോകുന്നത്. എത്ര അനുഗ്രഹീതനായ ഒരു വ്യക്തിയാണ് അദ്ദേഹം. തീർച്ചയായും ഇന്നത്തെ ഒരു സഹായത്തിൽ അദ്ദേഹത്തെ നമുക്ക് കിട്ടി. അദ്ദേഹം ഈ ഒരു ഫൗണ്ടേഷൻ ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾക്ക് അദ്ദേഹത്തോടുള്ള നന്ദി ഈ വാക്കുകളിൽ ഒതുങ്ങുന്നതല്ല, ഞങ്ങളുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിലുള്ള ആ വലിയ സ്നേഹം ഈ അവസരത്തിൽ രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. നന്ദിയുടെ എല്ലാ വാക്കുകളും ഈ അവസരത്തിൽ ശ്രീ സാറിനെ കുറിച്ച് പ്രത്യേകിച്ച് പാലക്കാരുടെ അടുത്ത് പറയേണ്ട ആവശ്യമില്ല. എങ്കിലും ഞങ്ങൾക്ക് സാധാരണയുള്ളതിനെ കുറിച്ചുള്ളൊരു സൂചന തീർച്ചയായിട്ടും പറയണമല്ലോ. സാറ് പറഞ്ഞു മിസ്കുമാരിയുടെ മക്കള് അദ്ദേഹത്തിന്റെ സ്റ്റുഡൻസ് ആയിരുന്നു എന്ന് പറഞ്ഞു. അതിനപ്പുറമുള്ള ബന്ധമാണ് അദ്ദേഹം. ഏത് സമയത്തും ഞങ്ങളുടെ വീട്ടിൽ കയറി ചെല്ലുന്നത് പോലെ അദ്ദേഹത്തിന്റെ വീട്ടിൽ കയറി ചെല്ലാൻ ഞങ്ങൾക്കൊരു സ്വാതന്ത്ര്യമുണ്ട്. എന്ത് കാര്യങ്ങളും ചോദിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. തീർത്തും ഒരു പിതാവിന്റെ സ്ഥാനത്ത് നിന്ന് ഞങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്ന, ഞങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം. ഈ മിസ്കുമാരി ഫൗണ്ടേഷന്റെ ആരംഭവുമായി ബന്ധപ്പെട്ട് ആദ്യം സമീപിക്കുന്നത് സാർ തന്നെയാണ്. ഒരു വ്യക്തിയുടെ സാറിന്റെ ഉത്സാഹങ്ങൾ മാത്രമാണ് എന്ന് എനിക്ക് തോന്നുന്നു ഇത് ഇന്ന് ഈ ഒരു ചടങ്ങോടുകൂടി ഇതിനൊരു തുടക്കം ഇവിടെ സാധ്യമായിട്ടുണ്ട്. ഏത് ഞങ്ങളെല്ലാം തന്നെത്താലും അല്ലെങ്കിൽ ഞങ്ങൾക്ക് മനസ്സിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ തോന്നിയാൽ പോലും അതിനെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ഇൻസ്പിറേഷൻ തരാൻ സാറിന് സാധിച്ചിട്ടുണ്ട്. സാറിനോടുള്ള ഞങ്ങളുടെ നന്ദി വാക്കുകളിൽ ഒരുങ്ങുന്നതല്ല. ശ്രീ സാറിന് എല്ലാവിധ നന്ദിയും ഈ ഒരു അവസരത്തിൽ അർപ്പിച്ചുകൊണ്ട് ശ്രീ സാർ അതുപോലെ മിസ്കുമാരിയെ കുറിച്ച് ഒട്ടേറെ കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചു. സാറ് പറഞ്ഞ ഒരു കാര്യം ഇതാണ്, അൽഫോൺസാമിയും മിസ്കുമാരിയും തമ്മിൽ താമസിച്ചിരുന്നത് 100 മീറ്റർ അകലത്തിലാണ്. മറ്റൊരു കാര്യം കൂടി ഞാൻ ഈ ഒരു അവസരത്തിൽ സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. മിസ്കുമാരി അൽഫോൺസാമിയും അവരുടെ ഭൗതിക ശരീരം കബറടക്കിയിരിക്കുന്നത് 100 സെന്റിമീറ്ററിന്റെ പോലും വ്യത്യാസമില്ലാതെയാണ്. അൽഫോൺസാമയുടെ കല്ലറയുടെ തൊട്ട് താഴത്തെ കല്ലറയാണ്. അല്ലെങ്കിൽ അൽഫോൺസാമയുടെ കല്ലറയുടെ മുമ്പിൽ നമ്മൾ മുട്ടുകുത്തി നിൽക്കുമ്പോൾ അത് മിസ്കുമാരിയുടെ കല്ലറയുടെ മുകളിലാണ് മുട്ടുകുത്തി നിൽക്കുന്നത്. അതുപോലെ ഈ മിസ്കുമാരിയെ കുറിച്ച് പറയുമ്പോൾ ആദ്യ കാലഘട്ടത്തിൽ ഒട്ടേറെ പ്രതിബന്ധങ്ങളിലാണ് സിനിമയിലേക്ക് പോയത് എന്നുള്ളൊരു സൂചന ഉണ്ടായിരുന്നു. എൻ്റെ അമ്മ വല്യമ്മ എൻ്റെ കൂടെ ആയിരുന്നപ്പോൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, വല്യപ്പന് വലിയ ആഗ്രഹമാണ് സിനിമയിലേക്ക് അയക്കണമെന്ന്. പക്ഷേ മിസ്കുമാരിയുടെ മനസ്സിൽ ഒട്ടേറെ ഒരു കാർമേറ്റം ഇങ്ങനെ ഉരുട്ടുകൂടിയിട്ടുണ്ട്. ആ ഒരു അവസരത്തിൽ മിസ്കുമാരി കുംഭസാരത്തിൽ അച്ഛനോട് ചോദിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പൊ അച്ഛൻ പറഞ്ഞു, നിനക്ക് നിന്നെ വിശ്വാസമുണ്ടെങ്കിൽ നിനക്ക് പോകാം. അതിനെ തുടർന്നാണ് ഈ സിനിമയിലേക്ക് എത്തിപ്പെട്ടതെന്നുള്ളതാണ് അമ്മച്ചി പറഞ്ഞുള്ള ഒരാഗ്രഹം. ഒരുപക്ഷെ കഴിഞ്ഞ ദിവസം മംഗളത്തിൽ സപ്ലിമെന്റിൽ അതിനോടനുബന്ധിച്ചുള്ള ഒരു കാര്യം കൂടി സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആനപ്പറക്കിയ വാനമ്പാടി എന്ന സിനിമയിൽ കുറെ ആളുകൾ അവരിൽ നിന്ന് കമന്റ് അടിച്ച സമയത്ത് മിസ്കുമാരി പറഞ്ഞതായി അതിൽ കൊടുത്തിരിക്കുന്ന ഒരു വാക്ക്, ആ ബോർഡർമാരെ ഞാൻ ശ്രദ്ധിച്ചേയില്ല, അവരെന്തെങ്കിലും പറഞ്ഞിട്ട് പോട്ടെ എന്ന് ഞാൻ കരുതിയത്. തീർച്ചയായും ആ ഒരു വ്യക്തിത്വം മറ്റൊന്നും ഒന്നും ഭ്രമിപ്പിക്കുന്ന ഒന്നും എൻ്റെ വ്യക്തിത്വയോ എൻ്റെ ജീവിത സാഹചര്യങ്ങളോ ബാധിക്കില്ല എന്നുള്ള ആ ഉറച്ച വിശ്വാസവും ആ വ്യക്തിത്വവുമാണ് ഒരുപക്ഷെ മിസ്കുമാരി മലയാള സിനിമയിൽ നബിസാർ പറഞ്ഞതുപോലെ പുതിയൊരു പ്രതാപം വെട്ടിത്തെളിക്കാനായിട്ട് കാരണമായതെന്ന് ഞങ്ങളെല്ലാവരും വിശ്വസിക്കുന്നു. അതിനുശേഷമാണ് 1963-കളിൽ എനിക്ക് തോന്നുന്നു കുടുംബജീവിതത്തിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യത്തിൽ സിനിമ വേണ്ട, കുടുംബവുമായിട്ട് ഒതുങ്ങിക്കരുത്, അത് സ്വയം എടുത്ത ഒരു തീരുമാനമാണ്. അപ്പൊ അത്രയൊരു ഉറച്ച നിലപാടുകളോടുകൂടി അന്ന് സിനിമയിലേക്ക് വരികയും മറ്റാരും കാണിക്കാത്ത വഴികളിലൂടെയൊക്കെ സഞ്ചരിക്കുകയും ചെയ്ത ആളാണ് മിസ്കുമാരി എന്നുള്ളത് വളരെ സന്തോഷത്തോടുകൂടിയും അഭിമാനത്തോടുകൂടിയും ഞങ്ങൾ ഓർക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അതുപോലെ തന്നെ ഇന്ന് ഈ മിസ്കുമാരി ഫൗണ്ടേഷന്റെ വൈസ് ചെയർമാനായി സേവനമനുഷ്ഠിക്കുന്ന